ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരു വചനം എടുക്കാം. മലാഖി പ്രവചന പുസ്തകം 4-ാമത്തെ അധ്യായം 5-6 വാക്യങ്ങൾ. മലാഖി പ്രവചന പുസ്തകം 4-ാമത്തെ അധ്യായം 5-6 വാക്യങ്ങൾ. യഹോവയുടെ വലുതും ഭയങ്കരവുമായ നാൾ വരുന്നതിന് മുമ്പേ ഞാൻ നിങ്ങൾക്ക് ഏലിയ പ്രവാചകനെ അയക്കും. ഞാൻ വന്നു ഭൂമിയെ സംഹാര ശബ്ദം കൊണ്ട് ദണ്ഡിപ്പിക്കാതിരിക്കേണ്ടതിന് അവൻ അപ്പന്മാരുടെ ഹൃദയം മക്കളോടും മക്കളുടെ ഹൃദയം അപ്പന്മാരോടും നിരപ്പിക്കും. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, സ്തോത്രം. 2000 വർഷങ്ങൾക്ക് മുൻപ് അല്ലെങ്കിൽ 2500 വർഷങ്ങൾക്ക് മുമ്പ് മലാഖി പ്രവചന പുസ്തകത്തിൽ എഴുതിയിരുന്ന കാര്യത്തിന്റെ ദൈവിക വെളിപ്പാട് കർത്താവെ ഞങ്ങൾക്ക് സകലവർക്കും മറിഞ്ഞു കിടക്കുകയായിരുന്നു. 5, 10, 15, 20 വർഷം മുമ്പ് വരെയും ലോകത്ത് മഹാപുരോഹിതന്മാരെന്ന് പറയുന്നവർക്കും അത് മറച്ചു വെച്ചിരിക്കുകയായിരുന്നു. കാരണം വചനം പറയുന്നു, ജ്ഞാനികൾക്കും വിവേകികൾക്കും ദൈവം തന്റെ മർമ്മം മറച്ചു വെച്ചിരിക്കുന്നത് ശിശുക്കൾക്ക് വെളിപ്പെടുത്തി കൊടുത്തിരിക്കുന്നു. കാരണമുള്ള കർത്താവെ, ശിശുക്കൾ നിർമ്മലതയുള്ളവരാണ്, എളിമയും താഴ്മയും ഉള്ളവരാണ്. വാശിയും പകയും വൈരാഗ്യമോ ദ്വന്ദ്വപക്ഷമോ പിന്നെ അസൂയോ ജാരസംഖ്യ ഒന്നുമില്ല. ശിശുക്കൾ, അതായത് വീണ്ടും ജനനം പ്രാപിച്ചവർ, അവർക്കാണ് ദൈവത്തിന്റെ മർമ്മം. ശിശുക്കൾ എന്ന് പറഞ്ഞാൽ വീണ്ടും ജനനം പ്രാപിച്ച ശിശുവായിരിക്കുന്ന സമയത്ത് പാൽ അത്രേ കുടിക്കേണ്ടത്. ആ സമയത്ത് പുരോഹിതനിലൂടെ കർത്താവ് ഇത് വെളിപ്പെടുത്തി തരുന്ന ഒരു നിമിഷം, ഒരു ദിവസമുണ്ട് എന്നിവിടെ പറഞ്ഞിരിക്കുന്നു. ഇന്നും ഈ വചനത്തിന്റെ വെളിപ്പാടിൽ നിന്ന് കത്തോലിക്ക സഭ മുതൽ പെന്തക്കോസ്തലുള്ള ആർക്കും ഇത് തിരിച്ചറിയുന്നില്ല. എന്നാൽ ഇതിന്റെ ഒരു ഭാഗം നിവൃത്തിയായി കഴിഞ്ഞതായും വചനത്തിൽ തെളിവുണ്ട്. അതും ജനങ്ങൾക്കറിയില്ല. എന്നാൽ രണ്ടാമത്തെ ഭാഗം ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് നാം ഈ സത്യസുവിശേഷം ഈ നമുക്ക് മുൻപിലുള്ള സഭകളിലേക്ക് വിളിച്ചു പറഞ്ഞിട്ട് കർത്താവ് യേശു ക്രിസ്തു നാമത്തിൽ സ്നാനം ചെയ്യാതെ അനേകം വചനങ്ങൾ തെറ്റായി പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ജനത്തിന്റെ ഇടയിലേക്ക് ഈ കാലത്തിന്റെ സത്യസുവിശേഷം നാം അവരുടെ ഇടയിലേക്ക് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കേട്ട് ഗ്രഹിപ്പാൻ തക്കവണ്ണം കർത്താവ് അങ്ങയുടെ ആടുകൾ അവിടെയുണ്ട്. യേശു പറഞ്ഞു, യേശു വിത്ത് വിതച്ചു, പിശാചും വിത്ത് വിതച്ചു. ഗോതമ്പ് വളർന്നപ്പോൾ കളയും കാണായിക വന്നു. അപ്പോൾ കള പിഴുതു മാറ്റട്ടെന്ന് ചോദിച്ചപ്പോൾ വേണ്ട, ഗോതമ്പ് കൂടെ പിഴുതു പോരും, അതുകൊണ്ട് രണ്ടും വളരട്ടെ, കൊയ്ത്തോളം വളരട്ടെ. കൊയ്ത്തിന്റെ നാളിൽ യജമാനൻ ദൂതന്മാരെ അയച്ചിട്ട് ഗോതമ്പിനെ മുമ്പേ കൂട്ടിക്കെട്ടുകയും കളകളെ തീക്കായി കൂട്ടിക്കെട്ടുകയും ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുന്നു. ആ സമയം ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഏകദേശം 90 വർഷങ്ങളായി ഈ കാര്യം സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. 1930 വില്യം മരിയം ബ്രൻഹാമിലൂടെ കർത്താവ് സുവിശേഷം ചെയ്യുന്നു. ഇന്ന് അദ്ദേഹം മരിച്ചിട്ട് 60-70 വർഷമായി. എന്നിട്ട് ഇന്നും നമ്മളത് ആ ശബ്ദം ഇന്നും നിലച്ചിട്ടില്ല. ആ സത്യസുവിശേഷം നമ്മളിലൂടെ ഇന്ന് കർത്താവെ അതാണ് അറിയിച്ചു കൊണ്ടിരിക്കുന്നു. ഈ വചനത്തിന്റെ ആത്മീക വെളിപ്പാടുകൾ ഈ കാലത്തിൽ ആര് കേട്ട് ഗ്രഹിച്ച് കർത്താവിന്റെ സന്നിധിയിൽ വരണമെന്ന് അങ്ങ് ആഗ്രഹിക്കുന്നുവോ അവരുടെ അടുക്കിലേക്ക് അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവർക്കത് ഗ്രഹിപ്പിച്ചു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്റെ ആടുകൾക്ക് മാത്രമേ ശബ്ദം തിരിച്ചറിയാൻ കഴിയുള്ളൂ. വിശ്വാസ സ്നാനം സ്വീകരിച്ചത് കൊണ്ടോ, ഞാൻ വിശ്വാസിയാണെന്ന് പറഞ്ഞതുകൊണ്ടോ, അതും ശരി തന്നെ ഇതും ശരി തന്നെ എന്ന് പറഞ്ഞത് കൊണ്ടോ ഒന്നും അല്ല. ശരിയായ രീതിയിൽ കർത്താവിന് വേണ്ടി കാതോർത്തിരിക്കുന്നവനെ കർത്താവ് ഗ്രഹിപ്പിക്കും. കർത്താവ് ഗ്രഹിപ്പിച്ചില്ലെങ്കിൽ നമ്മുടെ അന്വേഷണം ശരിയല്ല, നമ്മുടെ ആ സമർപ്പണം ശരിയല്ല, വീണ്ടും ജനനം ശരിയല്ല, മാനസാന്തരം ശരിയല്ല. പൂർണ്ണമായും കർത്താവിന്റെ മടങ്ങി വന്നാൽ കർത്താവ് അത് പഠിപ്പിക്കുക തന്നെ ചെയ്യും. കാരണമുള്ള കർത്താവെ, ഈ സന്ദേശത്തിന്റെ ആദ്യം മുതൽ അവസാനം വരെ അങ്ങ് തന്നെ സംസാരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു, ഗ്രഹിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതിന്റെ ഫലം ശേഖരിക്കപ്പെടാൻ വരുമ്പോൾ എടുക്കപ്പെടുവാനും ആ ഫലം ഉള്ളവർ ഇവിടെ ഉണ്ടാകുവാനും പരിശുദ്ധാത്മാവെ നമ്മെ സഹായിക്കണം. യേശു ക്രിസ്തു നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. ഇരിക്കാം എല്ലാവർക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കഴിഞ്ഞ ആഴ്ച കേട്ട വചനം നിങ്ങൾ ആരെങ്കിലും അതിനെ വീണ്ടും ഒന്ന് ധ്യാനിക്കുകയോ കേൾക്കുകയോ ശ്രമിക്കുകയോ അല്ലെങ്കിൽ കർത്താവ് നമ്മെ വിളിച്ച് ചേർത്തത് കൊണ്ട് കർത്താവിന് നന്ദി അർപ്പിക്കുകയോ പ്രാർത്ഥിക്കുകയോ എന്തെങ്കിലും ചെയ്തുവോ? ആത്മാവുമായിട്ടുണ്ട് ബന്ധത്തിലാണെങ്കിൽ അതൊക്കെ ചെയ്യും. അങ്ങനെ ചെയ്യണമെന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. ഞായറാഴ്ച തോറും വന്നിട്ട് പോകുന്നത് ഒരു ആചാരമാക്കരുത്. ഓക്കെ, ഇവിടെ വായിച്ചിരിക്കുന്നത് യഹോവയുടെ
മലാഖി 4:5-6 വാക്യം പഴയ നിയമ പുസ്തകത്തിന്റെ അവസാനത്തെ അധ്യായമാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യത്തിൽ ഇന്ന് സംഭവിക്കേണ്ടതായിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്നാണ് നമ്മൾ നോക്കുന്നത്. അതിനു മുമ്പായിട്ട് തന്നെ പറയാനുള്ളത്, നമ്മുടെ ഈ സംഭാഷണങ്ങളെ കേട്ടിട്ട് അനിൽ കൊടുത്തോട്ടം എന്നൊരു പാസ്റ്റർ പറഞ്ഞിരിക്കുന്നു, വില്യം ബ്രൻഹാം 7ാമത്തെ ദൂതൻ എന്നാണ് നമ്മൾ പഠിപ്പിക്കുന്നതെന്ന്. നമ്മൾ അങ്ങനെ പഠിപ്പിക്കാറില്ല, എന്നാൽ പഠിപ്പിക്കുന്നവരുണ്ട്, നമുക്കത് അറിയാം, അത് ഒളിച്ചു വെച്ചിട്ട് കാര്യമൊന്നുമില്ല. നമ്മളെയും പഠിപ്പിച്ചിരുന്നു, എന്നെയും പഠിപ്പിച്ചിരുന്നു വില്യം ബ്രൻഹാം 7ാമത്തെ ദൂതനാണെന്ന്. വെളിപ്പാട് ലഭിച്ചപ്പോൾ പ്രവാചകൻ തന്നെ പറഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഞാനത് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. എബ്രായ ലേഖനം 6ാമത്തെ അധ്യായം 3ാമത്തെ പുസ്തകം നമ്മളിവിടെ പഠിച്ചിട്ടുണ്ട്, പുസ്തകം ഇവിടെ ഉണ്ട്. പ്രവാചകനിലൂടെ തന്നെ കർത്താവ് വെളിപ്പെടുത്തി നമുക്കത് വെളിപ്പെടുത്തി തന്നപ്പോൾ പറഞ്ഞിട്ടുണ്ട്, ഒരിക്കലും ഒരു മനുഷ്യന് ദൂതനാകുവാനും കഴിയില്ല, ദൂതന് മനുഷ്യനാകുവാനും കഴിയില്ല. ഇറ്റ് ഈസ് ഫിനിഷ്. ഇനി ഇതിനെ മനസ്സിലാക്കാതെ ഏത് പുരോഹിതൻ എന്ന് പറഞ്ഞാലും എത്ര വട്ടം കിട്ടിയ മനുഷ്യനാണെന്ന് പറഞ്ഞാലും അത് പിശാചാണ് സംസാരിക്കുന്നത്. പ്രവാചകനിലൂടെ കർത്താവ് സംസാരിച്ചു, ദ സൈ ദ ലോർഡ്, കർത്താവ് ഇപ്രകാരം പറയുന്നു. ആ കോട്ടിങ്സ് കാണണോ? ഞാനിവിടെ ഇട്ടിരുന്നു, നോക്കാം. താഴെ വരികയുണ്ടോ? ഇത് ഒരു സ്ത്രീ കന്യാമറിയത്തെ കുറിച്ച് അവിടെ പറഞ്ഞ സമയത്തുള്ളതാണ്. ഞാൻ പറഞ്ഞു, ഇല്ല, അവൾ ഒരിക്കലും ഒരു ദൂതനാകില്ല. ഇന്ന് രാത്രി ദൈവം നിങ്ങളെ സൃഷ്ടിച്ചതുപോലെ, അതായത് ദൈവം ഓരോ വ്യക്തികളെയും ജീവജാലങ്ങളെയും പ്രപഞ്ചത്തെയും സകലതിനെയും എങ്ങനെ സൃഷ്ടിച്ചുവോ അങ്ങനെ തന്നെ ആയിരിക്കുന്നു ഇന്നുവരെയും. അമീബ വളർന്ന് വളർന്ന് മനുഷ്യനോ കുരങ്ങോ ഒന്നും ആയതല്ല. ദൈവം എന്തിനെ സൃഷ്ടിച്ചുവോ അത് അങ്ങനെ തന്നെയാണ്. എന്താ കർത്താവ്, ഇറ്റ് ഈസ് ഫിനിഷ്. ദൈവത്തിന്റെ സൃഷ്ടിയൊക്കെ നല്ലത് എന്നാണ് പറഞ്ഞത്. കുറച്ചു കാലം കഴിഞ്ഞ് മറ്റൊരു രൂപത്തിലാകുമെന്നല്ല. അതുപോലെ ഒരു സ്ത്രീയാണ് കന്യാമറിയത്തിനോട് ഉദ്ദേശിച്ചത്. ഇതിന്റെ മുമ്പോട്ടുള്ള വാക്യം വായിച്ചറിയാം. കന്യാമറിയ ദൂതനായിട്ട് ഏഞ്ചലായിട്ട് ആരാധിക്കുന്നു. അതുകൊണ്ടാണ് പറയാണ്, അവൾ ഒരിക്കലും ഒരു ദൂതനാകില്ല. ഇന്ന് രാത്രി ദൈവം അവളെ സൃഷ്ടിച്ച പോലെ അവൾ ഒരു സ്ത്രീയാണ്. എപ്പോഴും അങ്ങനെ ആയിരിക്കും, ഒരു ദൂതൻ ആയിരിക്കുകയില്ല. ദൈവം ദൂതന്മാരെ, അതായത് ദൂതനായിട്ട് തന്നെ സൃഷ്ടിച്ചിരിക്കുന്നു. അവൻ ഒരിക്കലും മനുഷ്യരെ ദൂതന്മാരാക്കില്ല. അവൻ ദൂതന്മാരെയും പിന്നെ മനുഷ്യരെയും സൃഷ്ടിച്ചു. അതായത് മനുഷ്യരെ മനുഷ്യരായിട്ടും ദൂതന്മാരെ ദൂതന്മാരായിട്ടും സൃഷ്ടിച്ചു. അതിനാൽ മനുഷ്യർ ഒരിക്കലും ദൂതന്മാരാകില്ല, ദൂതന്മാർ ഒരിക്കലും മനുഷ്യരും ആകില്ല. ദൈവം അവരെ വ്യത്യസ്തരായി സൃഷ്ടിച്ചു. ഇതിനെതിരെ പറയുന്നവർ ആരായാലും ദൈവത്തിന്റെ ജനമല്ല. അതിനെ ആരും പാസ്റ്റർ എന്ന് പറഞ്ഞാലും എന്തെന്ന് പറഞ്ഞാലും ദൈവവചനത്തിന് വിരുദ്ധമാണെങ്കിൽ, അത് കർത്താവ് അതിനോട് എതിർത്ത് നിൽക്കുന്നുവെങ്കിൽ നമുക്കും അതിനോട് എതിർത്ത് തന്നെ നിൽക്കേണ്ടതുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് വില്യം മാരിയം ബ്രൻഹാം ദൂതനെന്ന് പഠിപ്പിക്കുന്നവരുണ്ട്, നമ്മളത് പഠിപ്പിക്കുന്നില്ല. അതുപോലെ അദ്ദേഹം ചോദിച്ചു, നമ്മൾ ഈ പുതിയ എടുത്തത് കണ്ടിട്ട് ചോദിക്കുകയാണ്, 6ാമത്തെ ദൂതൻ മാർട്ടിൻ ലൂതർ നമുക്കെങ്ങനെ ദൂതനാകുമെന്ന്. മാർട്ടിൻ ദൂതൻ നമുക്ക് ദൂതനാകുമെന്നോ വില്യം ബ്രൻഹാം നമുക്ക് ദൂതനാകുമെന്നോ പഠിപ്പിക്കുന്നില്ല. നിങ്ങൾക്ക് അതിന്റെ ചുവട്ടിൽ നോക്കിയാൽ മതി, ഒരുപാട് കമന്റുകളൊക്കെ വരുന്നുണ്ട്, എനിക്ക് പേഴ്സണലി അയക്കുന്നവരുണ്ട്. ഓരോ കാലഘട്ടത്തിൽ ദൈവം വിളിച്ച് വേർതിരിച്ച ജനമാണ് ഇത്. പൗലോസ് 1ാമത്തെ സഭാകാലത്തിൽ പൗലോസ് എന്ന മനുഷ്യനെ കർത്താവ് എടുത്തിട്ട് 1ാമത്തെ ദൈവത്തിന്റെ വലത് കയ്യിൽ 7 നക്ഷത്രങ്ങളുണ്ട്. 7 നക്ഷത്രങ്ങൾ 7 ദൂതന്മാരാകുന്നു. അത് ഓരോ സഭയ്ക്കുള്ളതാകുന്നു. ദൈവത്തിന് ഓരോ കാലത്തിലെയും ജനം എന്തറിയണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുവോ അവരോട് ചില കാര്യങ്ങൾ അറിയിക്കുന്നതിന് വേണ്ടി ദൈവം തന്റെ ഏഞ്ചലിനെ ഉപയോഗിച്ച് സന്ദേശം ഒരു മനുഷ്യനിലൂടെ ഇരുന്നു കൊണ്ട് സംസാരിക്കുകയാണ്. അങ്ങനെ ലൂഥർ നമുക്ക് ദൂതനാകില്ല, ആ കാലത്തുള്ളവർക്ക് ദൂതനാകില്ല. 5ാമത്തെ കാലത്താണ് ലൂഥർ, ഇന്നത്തെ കാണുന്ന ബ്രദറൻ സഭകൾ. അത് ലൂഥർ എന്ന വ്യക്തിയിലൂടെ ദൈവത്തിന്റെ വലത് കൈയിലെ 5ാമത്തെ ഏഞ്ചൽ, ഇതാണ് ലൂഥർ എന്ന മനുഷ്യൻ. ഇത് പൗലോസ്, ഇത് ഇറാനിയോസ്, മാർട്ടിൻ, കൊളംബ, ലൂഥർ, വെസ്ലി, പെന്തക്കോസ്ത് വിളിച്ചു കൂട്ടിയ ഈ മനുഷ്യനിലൂടെയാണ് ദൈവം സംസാരിച്ച് പെന്തക്കോസ്തിനെ വിളിച്ചു കൂട്ടിയത്. അപ്പോൾ ഇന്ന് 7ാമത്തെ സഭാകാലം പെന്തക്കോസ്ത് ഇതാണ്. ഇത് ബൈബിൾ എഴുതിയ എഫെസോസ് കാലം, ഇത് കത്തോലിക്ക സഭ, മാർത്തോമ, CSI, ലൂഥറൻ സഭ, ഇത് പെന്തക്കോസ്ത്. ഈ വെളിപ്പാട് പുസ്തകം 3ാമത്തെ അധ്യായത്തിൽ 8ാമത്തെ വാക്യത്തിൽ ഒരു കാര്യം പറയുന്നു, ഞാൻ നിനക്ക് മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു. അത് ഈ സഭകളിലേക്ക് ഇരിക്കുന്നവരെയാണ് ഇപ്പോൾ നമ്മൾ അറിയിക്കുന്ന സുവിശേഷം.
ഏഴാമത്തെ ലവോദിക്ക സഭാകാലത്ത് ദൈവത്തിന്റെ ഏഞ്ചൽ വില്യം മാരിയം ബ്രൻഹാമിലൂടെ വന്നിട്ട് ഗോതമ്പിനെ കളപ്പുരയിലേക്ക് ശേഖരിക്കുന്നതിനും മണവാട്ടി എങ്ങനെ തന്നെത്താൻ ഒരുങ്ങണം എന്നതിനുള്ള മെസ്സേജുകൾ എല്ലാം പറഞ്ഞു കൊടുത്ത് ആ സ്റ്റാർ വന്ന് വില്യം ബ്രൻഹാം എന്ന വ്യക്തിയിലൂടെ മൗത്ത് പീസ്, അതുകൊണ്ടാണ് പ്രവാചകൻ എന്ന് പറയുന്നത്. ദൈവത്തിന്റെ വായ് എന്നാണ് പ്രവാചകന്റെ വാക്കിന്റെ അർത്ഥം. ആ മനുഷ്യനൊന്നും പഠിപ്പിക്കുന്നില്ല. അങ്ങനെ പറഞ്ഞാൽ പറയും. പൗലോസ് പറഞ്ഞു, ഇപ്പൊ 1 കൊരിന്ത്യർ 7-ാമത്തെ അധ്യായത്തിൽ പറയുന്നു, കർത്താവ് തന്നെ പറയുന്നു എന്ന് പറയുന്നു. ചില സ്ഥലത്ത് കർത്താവല്ല ഞാൻ തന്നെ പറയുന്നു, അതുപോലെ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. ഇത് കർത്താവല്ല ഞാൻ, അത് അഭിപ്രായം, സഭയിൽ പഠിപ്പിക്കുന്ന കാര്യമാണ്, അത് അങ്ങനെ തന്നെ പറയുന്നത്. അപ്പോൾ ദൈവത്തിന്റെ 7-ാമത്തെ ഏഞ്ചൽ വില്യം ബ്രൻഹാം എന്ന വ്യക്തിയിലൂടെ വന്നിട്ട് ഈ പെന്തക്കോസ്ത് ഇവിടം മുതൽ കത്തോലിക്ക സഭ മുതൽ പെന്തക്കോസ്തരുടെ ഉള്ള സഭകളിൽ വാതിൽ അടയ്ക്കുന്ന ശുശ്രൂഷയാണ് ഇവർ ചെയ്യുന്നത്. കർത്താവ് യേശുക്രിസ്തു നാമത്തിൽ സ്നാനം ചെയ്യില്ല, മരണടക്ക ശുശ്രൂഷ ചെയ്യില്ല, വിവാഹം ചെയ്യില്ല, ഒരു കാര്യം ചെയ്യില്ല. പിശാചിനെ പുറത്താക്കുന്നതിന് മാത്രം കർത്താവ് യേശുക്രിസ്തു നാമത്തിൽ. അങ്ങനെ വാതിൽ അടയ്ക്കുന്ന ശുശ്രൂഷ ഈ കാലഘട്ടത്തിൽ ആണ് പറയുന്നത്. യേശു പറഞ്ഞത് ലൂക്കോസ് 17-ാമത്തെ അധ്യായത്തിൽ പറയുന്നത്, കർത്താവിന്റെ വരവിൽ നോഹയുടെ കാലം പോലെയും പിന്നെയോ സോദോമിന്റെ നാളുകൾ പോലെയും. ഉൽപ്പത്തി പുസ്തകം 18-ാമത്തെ അധ്യായം 19-ാമത്തെ അധ്യായം നോക്കിയാൽ സോദോമിന്റെ നാളുകൾ പോലെ ഈ കാലം ആകുമെന്ന് പറഞ്ഞാൽ, അന്ന് സോദോമിൽ 2 ദൂതന്മാർ അവിടെ ചെന്നപ്പോൾ അവിടെ ദേശക്കാർ വാതിൽ അടച്ചു കളഞ്ഞു. ആ ബാലവൃദ്ധൻ ജനവും വാതിൽ കാണാതെ തപ്പി നടന്നു എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പൊ ഈ കാലവും അങ്ങനെ തന്നെ പെന്തക്കോസ്ത് സഭയും എല്ലാ സഭകളും ചെയ്യുന്നത്, കർത്താവ് യേശുക്രിസ്തു നാമത്തിലെ സ്നാനം നിഷേധിക്കുന്ന അല്ലെങ്കിൽ അറിഞ്ഞിട്ടും ചെയ്യാതിരിക്കുന്നിടത്തോളം വാതിൽ അടയ്ക്കുന്ന ശുശ്രൂഷയാണ്. അവർ കർത്താവിനെ പുറത്താക്കി കളയുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വെളിപ്പാട് പുസ്തകം 3-ാമത്തെ അധ്യായം 8-ാമത്തെ വാക്യത്തിൽ, ഞാൻ നിങ്ങൾക്ക് മുമ്പ് ഒരു വാതിൽ തുറന്നു വയ്ക്കുന്നു, അത് ആർക്കും അടയ്ക്കാൻ കഴിയില്ല. നിനക്ക് അല്പമേ ശക്തി ഉള്ളുവെങ്കിൽ നീ എന്റെ നാമം നിഷേധിച്ചില്ല. അങ്ങനെ കർത്താവ് ഈ വാതിൽ വഴിയായി കുറച്ചുപേരെ പുറത്തേക്ക് വിളിക്കുകയാണ്. 7-ാമത്തെ ലവോദിക്ക സഭാകാലത്തുള്ള ദൈവസഭയിലേക്ക് ഈ സത്യങ്ങളെല്ലാം വിളിച്ചു പറയുമ്പോൾ, നമ്മൾ ഈ പെന്തക്കോസ്ത് മുതൽ കത്തോലിക്ക ഉള്ള സഭയിലേക്കാണ് വിളിച്ചു പറയുന്നത്. ഈ സഭകളിൽ ഇരിക്കുന്നതിൽ ദൈവസന്തതി ഉണ്ടെങ്കിൽ അവർക്ക് മാത്രമേ അത് മനസ്സിലാവുകയുള്ളൂ. മനസ്സിലായില്ലെങ്കിൽ കേട്ട് ശരിയെന്ന് കണ്ടുകൊണ്ട് പലരും ഇവിടെ സ്നാനപ്പെട്ട് വന്ന് എത്രയോ 150 ആൾക്കാർക്ക് ഞാൻ സ്നാനം കൊടുത്തു. എത്ര പേരുണ്ട്? വളരെ കുറച്ചേ ഉള്ളൂ. അപ്പൊ വിളിക്കപ്പെട്ടവർ അനേകർ, തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ചുരുക്കം, തേജസ്കരിക്കുന്നതോ അതിലേറെ ചുരുക്കം. അപ്പൊ നമ്മെ നിർത്തിയിരിക്കുന്നതിന് വലിയ ഭാഗ്യമാണ്. അപ്പോൾ ഈ അന്ത്യകാല സുവിശേഷം ഈ സഭകളിലേക്ക് വിളിച്ചു പറയുമ്പോൾ വിശ്വസിക്കുന്നവരെ പുറത്തേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ ഇവിടെ ദൈവം ഉപയോഗിച്ച ഒരു വ്യക്തിയും ദൂതനല്ല. മനുഷ്യർ ദൂതനാകില്ല, ദൂതൻ മനുഷ്യനും ആവില്ല. ദൈവം അവരെ അങ്ങനെ സൃഷ്ടിച്ചിരിക്കുന്നു. അപ്പോൾ ഈ സഭയിലേക്ക് വിളിച്ചു കൂട്ടുമ്പോൾ ആ 1-ാമത്തെ അപ്പോസ്തലന്മാരെ അപ്പന്മാരുടെ വിശ്വാസത്തിലേക്ക് നാം മടങ്ങി വരണം എന്നതിന്റെ ആവശ്യകത ഉണ്ടോ എന്നതാണ് നമ്മൾ ഇന്ന് ഈ വചനത്തിലൂടെ നോക്കുന്നത്. മലാഖി പ്രവചന പുസ്തകം 4-ാമത്തെ അധ്യായം 5-ാമത്തെ വാക്യത്തിൽ പറയുന്നത് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് മറ്റൊന്ന് പറയാൻ പറ്റണം. യഹോവയുടെ വലുതും ഭയങ്കരവുമായ നാൾ വരുന്നതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് ഏലിയ പ്രവാചകനെ അയക്കും എന്നാണ് വാക്യം. ഇവിടെ യഹോവ എന്നത് നമുക്കറിയാം, പഴയ നിയമത്തിലെ സൃഷ്ടികർത്താവിനെ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കൊടുത്ത വാക്കാണ് യഹോവ. ഇത് മലയാളം ബൈബിളിൽ മാത്രമേ ഉള്ളൂ, മറ്റൊരു ബൈബിളിൽ യഹോവ എന്നില്ല. കർത്താവ്, കർത്തർ, അല്ലെങ്കിൽ തമിഴ് ഹിന്ദിയിലൊക്കെ കർത്താവ്, സൃഷ്ടികർത്താവ് എന്ന അർത്ഥം വരുന്ന വാക്കുകളേ ഉള്ളൂ. അപ്പോൾ യഹോവയുടെ വരവ് എന്താ? വലുതും ഭയങ്കരവുമായ നാൾ. അപ്പോൾ യഹോവ 2 വരവുണ്ട് യഹോവയ്ക്ക്. ഈ 2 വരവിനും മുമ്പ് ഏലിയാവിന്റെ ആത്മാവുമായി ഒരുവനെ അയക്കുമെന്നും അവൻ വന്നാൽ എന്ത് ചെയ്യുമെന്നും ബൈബിളിൽ പറയുന്നുണ്ട്. വലുതെന്ന് പറയുന്ന ക്രൂശിലെ പീഡയാണ് കുറിക്കുന്നത്. 1-ാമത്തെ യേശുക്രിസ്തുവിന്റെ 1-ാമത്തെ വരവ് നടന്ന വലിയ സംഭവമാണ് ക്രൂശിലെ പീഡ. അത് നമുക്ക് വേണ്ടിയിട്ടുള്ളതായിരുന്നു, രക്ഷാമാർഗമായിരുന്നു. അതാണ് വലിയ വരവ്. അടുത്തോ ഭയങ്കരമായ നാൾ വരുന്നതിന് മുമ്പ് ഏലിയ പ്രവാചകനേക്കും. അങ്ങനെയെങ്കിൽ 1-ാമത്തെ വരവ് കഴിഞ്ഞു എന്ന് നമുക്ക് മനസ്സിലായി. യഹോവ എന്ന് പറഞ്ഞു വന്നത് ആരാണ്? അതേ സൃഷ്ടികർത്താവ്. താഴോട്ട് വാക്യമുണ്ട്, ആ കർത്താവാണ്. കർത്താവിന് വേണ്ടി വഴിയൊരുക്കുവിനെന്ന് പറഞ്ഞ പ്രകാരം നോക്കുക. യെശയ്യാ പ്രവാചകൻ 40:3 ശ്രദ്ധിച്ചോളണം. യഹോവ വരുന്നതാണ്. യഹോവയുടെ വരവിന് മുമ്പുള്ള കാര്യം പഠിപ്പിക്കുകയാണ്. കേട്ടോ, ഒരുത്തൻ വിളിച്ചു പറയുന്നത്, മരുഭൂമിയിൽ യഹോവയ്ക്ക് വഴിയൊരുക്കുവിൻ, നിർജ്ജന പ്രദേശത്ത് നമ്മുടെ ദൈവത്തിന് ഒരു പെരുവഴി ഒരുക്കുവിൻ.
എല്ലാ താഴ്വരയും നികന്നും എല്ലാ മലയും കുന്നും താണും വരയണം, വളഞ്ഞത് ചൊവ്വായും ദുർഘടങ്ങൾ സമമായും തീരേണം. ഇതാണ് യഹോവ വരുന്നതിന് വേണ്ടിയിട്ട് ആദ്യമായി വേറെ വാക്യങ്ങളുണ്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നോക്കൂ, ഒരുത്തൻ, ഏതോ ഒരു വ്യക്തി യഹോവയ്ക്ക് മുമ്പായി വിളിച്ചു പറയും. അവൻ എവിടെ വിളിച്ചു പറയും? മരുഭൂമിയിലാണ് യഹോവയ്ക്ക് വഴിയൊരുക്കുന്നത്. അതായത് അറബ് രാജ്യങ്ങളിലല്ല. മരുഭൂമി എന്ന് വെച്ചാൽ ദൈവാത്മാവില്ലാത്ത ഇടം, ഹൃദയം. സുവിശേഷം ബുദ്ധിയിലേക്കല്ല അറിയിക്കുന്നത്, ഹൃദയത്തിലേക്കാണ്, ആത്മാവിലേക്കാണ് സുവിശേഷം അറിയിക്കുന്നത്. ആത്മക്കണ്ണുണ്ട്, ആത്മചെവിയുണ്ട്. അപ്പൊ കേൾക്കുന്ന വചനം ജഡീക ചെവിയിലൂടെ കേട്ടിട്ട് മുകളിലേക്കാണ് കയറ്റി വിടുന്നതെങ്കിൽ 666 ബുദ്ധിയിൽ കേൾക്കുന്ന വചനം, കാണുന്ന വചനം മുകളിലേക്ക് ബുദ്ധിയിൽ കടത്തിവിട്ട് നമ്മൾ ഫിൽട്ടർ ചെയ്യാൻ ഉദ്ദേശിച്ചാൽ അത് ബുദ്ധി നമ്മെ കൊന്നുകളയും. ലോകജ്ഞാനം ദൈവം ഭോഷത്വമാക്കിയിരിക്കുന്നു. അതുകൊണ്ടാണ് ഒരു വ്യക്തി വീണ്ടും ജനനം പ്രാപിക്കണമെന്നും ഇവിടെ വന്ന് സ്നാനപ്പെട്ടവരുമുണ്ട്. ശരിയായ സ്നാനവും ശരിയായ മാനസാന്തരവും അല്ലെങ്കിൽ കർത്താവിന്റെ വരവ് വരെയും ഇത് അവർക്ക് ഗ്രഹിക്കില്ല. ഇനി നമ്മൾ എങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കാന്ന് വിചാരിച്ചാലും അവർ തന്നെ സ്വയം ഇതിന് കർത്താവേ എന്ന് പറഞ്ഞ് ഹൃദയം താഴ്ത്തി കൊടുക്കുന്നത് വരെ ഇത് ദൈവം ഗ്രഹിപ്പിക്കില്ല. കാര്യം എന്താ? ജ്ഞാനികൾക്കും വിവേകികൾക്കും ദൈവം തന്റെ മർമ്മം മറച്ചു വെച്ചിരിക്കുന്നു. അപ്പൊ ശിശുവാകണം. എങ്ങനെ ശിശുവാണ്? ഞാൻ ഏതുമില്ല കർത്താവേ, ഐ സറണ്ടർ ആൾ, എനിക്കിത് ഗ്രഹിക്കാൻ കഴിയില്ല, എന്നെ ഒന്ന് ഗ്രഹിപ്പിക്കണം കർത്താവേ എന്ന് പറയുമ്പോഴും പഴയ 2ഉം 3ഉം അതും ശരി ഇതും ശരി അതെല്ലാം ശരിയാണ് ഇതും ശരിയാണ് എന്ന് പറഞ്ഞ മനോഭാവത്തോടു കൂടി ഇരിക്കരുത്. ഇവയെല്ലാം കുഴിച്ചിടണം. ഇതാ പൗലോസ് ചെയ്തത്. സകല പാണ്ഡിത്യവും കുഴിച്ചിട്ട് അവൻ ക്രിസ്തുവിൽ തന്നെ മരിപ്പിച്ചു എന്ന് അവനും ബോധ്യമായി. ആ കാര്യം ദൈവത്തിനും ബോധ്യമായപ്പോഴാണ് പുതിയ വെളിപ്പാടുകൾ അവന് ഗ്രഹിക്കാൻ കഴിഞ്ഞത്. ഓക്കെ, അപ്പൊ ഒരുത്തൻ വിളിച്ചു പറയും മരുഭൂമിയിൽ, അതായത് സുവിശേഷം, സത്യസുവിശേഷം കേൾക്കാത്തതെന്ന് പറയാം. യേശു വരുന്ന കാലത്തുള്ള പരീശന്മാർ സുവിശേഷം അറിയാത്തതുകൊണ്ടാണോ? ഈ ലേഖനങ്ങൾ അറിയാത്തതുകൊണ്ടാണോ? ഇതെല്ലാം തലനാരിഴ കീറി പഠിച്ചിരുന്നവരില്ലേ? അപ്പോൾ അവർ പഠിച്ചിട്ടും എന്തില്ല? ഹൃദയത്തിലേക്ക് അത് കടന്നു ചെന്നിട്ടില്ല. അവിടെ ദൈവാത്മാവില്ല, അല്ലെങ്കിൽ അഭിഷേകം പോലും ഇല്ലാതെ ഉണങ്ങി വരേണ്ട സ്ഥലത്തെയാണ് മരുഭൂമി എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ക്രിസ്തുവില്ലാത്ത ജനത്തിന്റെ ഇടയിലേക്ക് സത്യസുവിശേഷം അറിയിക്കുവാനായി ദൈവം ഒരുവനെ അയക്കും. മനസ്സിലായോ? എന്തിനാണ് ദൈവം ഒരുവനെ അയക്കുന്നത്? ഉൽപ്പത്തി മുതൽ യേശുക്രിസ്തുവിന്റെ വരവ് വരെയും ന്യായാധിപന്മാരെയും രാജാക്കന്മാരെയും പ്രവാചകന്മാരെയും പിന്നെ മോശയെയും ഏലിയാവിനെയും ഇങ്ങനെ പലരെയും അയച്ച് സുവിശേഷം അറിയിച്ചിട്ടും ഓരോ കാലത്തുമുള്ള ജനം അത് കേൾക്കാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായി തീർന്നത് കൊണ്ട് അവർക്കാർക്കും ഹൃദയത്തിലേക്ക് ദൈവത്തിന് പ്രവേശിക്കാൻ കഴിഞ്ഞില്ല. ഒരു അഭിഷേകമായിട്ട് പോലും അവരുടെ മേൽ വരാൻ കഴിഞ്ഞിട്ടില്ല. ജ്ഞാനത്തിൽ പഠിച്ചിരുന്നു. അപ്പൊ യേശു വരുന്നതിന് മുമ്പ് ഈ പ്രവാചകന്മാരിലൂടെയൊക്കെ പഠിപ്പിച്ച വിശ്വാസത്തിൽ നിന്ന് തെറ്റി നിന്നവരെ യഥാസ്ഥാനത്താക്കിയാൽ ആ ശരിയായ വചനം ഗ്രഹിച്ചു നിൽക്കുന്നവരുമായിട്ട് മാത്രമേ യേശുവിന് യഥാർത്ഥത്തിൽ സമ്പർക്കം ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പൊ തെറ്റി നിന്ന വ്യക്തികളെ യഥാസ്ഥാനത്താക്കണമെന്ന് ദൈവത്തിന്റെ ഹിതമായിരുന്നു യേശുവിന്റെ ഒന്നാമത്തെ വരവെങ്കിൽ. 2 കാലമുണ്ട്, AD എന്നും BC എന്ന് തിരിച്ചിരിക്കുന്നു. അപ്പോൾ കർത്താവിന്റെ വരവിന് മുൻപുള്ള കാലത്ത് തെറ്റി നിന്നവർ, ഏകദൈവ വിശ്വാസത്തിൽ പഠിപ്പിച്ചിരുന്നതിൽ നിന്ന് തെറ്റി നിന്നവരെ യഥാസ്ഥാനത്താക്കണമെന്ന് ദൈവത്തിന് ഒരു ചിന്തയുണ്ടായിരുന്നു. ആ ചിന്ത പ്രകാരം ദൈവം ഒരു വ്യക്തി അയച്ചിട്ട് വിളിച്ചു പറയുമ്പോൾ ആര് കേട്ട് വിശ്വസിക്കുന്നുവോ അവർ എന്ത് ചെയ്യണം? മാനസാന്തരപ്പെടണം. എന്തിനാണ് മാനസാന്തരം? ശരിയായ മാനസാന്തരം അല്ലെ? സ്നാനപ്പെട്ട സ്വർഗത്ത് പോകും, ശരിയാണ്, ഈ സഭയാണ് ശരി എന്ന് പറഞ്ഞുകൊണ്ട് വന്നിട്ട് കാര്യമില്ല. ഞാൻ തെറ്റി നിൽക്കുന്നു എന്ന് ബോധ്യമാകണം. ബോധ്യമാകുന്നതിനാണ് ഈ ഇത്രയും സംസാരിക്കുന്നത്. നമുക്കല്ല, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട്. അവർ തെറ്റിലാണെന്ന് ബോധം കൊടുക്കുന്നതിന് ദൈവം ആരെങ്കിലും ഉപയോഗിക്കും. ആ മനുഷ്യന്റെ കുലവും ഗോത്രവും വിദ്യാഭ്യാസവും പ്രായവും അല്ലെങ്കിൽ മറ്റു രീതികളൊന്നും നോക്കേണ്ട ആവശ്യമില്ല. വചനം ശരിയാണോ എന്ന് കർത്താവിനോട് കൂടെ ചോദിക്കുക. ബരോവയിലുള്ളവർ വചനം അങ്ങനെ തന്നെയാണോ പരിശോധിച്ചതുപോലെ പരിശോധിക്കുക. ശരിയെങ്കിൽ വചനത്തോടൊപ്പം ചേർന്ന് മുന്നോട്ട് പോവുക. അപ്പോൾ ഒരുത്തൻ വിളിച്ചു പറയുമ്പോൾ നിർജ്ജന പ്രദേശത്ത് ജനമില്ലാതെ കിടക്കുന്ന സ്ഥലത്ത് വിളിച്ചു പറയും. യേശു വന്നപ്പോഴത്തെ 5000 ആൾക്കാർ ഒത്തുകൂടിയ മലം പ്രദേശങ്ങളിലല്ലേ? അവർ നിർജ്ജന പ്രദേശത്ത് കൊണ്ട് ദൈവത്തിന് പെരുവഴി ഒരുക്കുവേൻ. അപ്പൊ ജനമില്ലാത്ത സ്ഥലത്ത് ജനം ഒത്തുകൂടും സുവിശേഷം കേൾക്കാനായി. അടുത്തോ ഇത് വന്ന് വിളിച്ചു പറയുമ്പോൾ എന്ത് ചെയ്യും?
പുനരുദ്ധാനം ഉണ്ടെന്നൊരു വിശ്വാസം, ഇല്ലെന്ന് വിശ്വാസം, അങ്ങനെ പലതരം പരീശന്മാര്, ശാസ്ത്രിപക്ഷം, പരീശപക്ഷം, അങ്ങനെ പല പല പക്ഷം. ഇന്നത്തെ കത്തോലിക്ക, മാർത്തോമാ, CSI, ലൂതറൻ, ഞങ്ങളാണ് യഥാർത്ഥ സഭ, ഞങ്ങൾ മാത്രമേ പോകുള്ളൂ, പെന്തക്കോസ്ത് ദുരുപദേശമാണ്, മർത്തോമാ, ഇങ്ങനെ ഓരോ സഭകളും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിരിക്കുമ്പോൾ ഒരു വ്യക്തികളും ഒന്നാമത്തെ എഫെസസ് സഭയിൽ പരിശുദ്ധാത്മാവ് പഠിപ്പിച്ച വിശ്വാസമോ സ്നാനമോ കൈവെപ്പോ കൂട്ടായ്മോ അപ്പൻ മുറുക്കലോ ഒന്നും അല്ലാത്തത് കൊണ്ട് ഇവർ എന്ത് പറഞ്ഞാലും തെറ്റിൽ തന്നെയാണ്. അപ്പോൾ യേശുവിന്റെ ഒന്നാമത്തെ വരവിന്, അല്ലെങ്കിൽ യഹോവയുടെ ഒന്നാമത്തെ വരവിന് മുമ്പിൽ ദൈവം ഒരുവനെ അയച്ച് യഥാസ്ഥാനപ്പെടുത്തിയെങ്കിൽ രണ്ടാമത്തെയും വരവിന് മുമ്പായിട്ട് ഈ ഒരു വിശ്വാസം, അപ്പോസ്തല പ്രവൃത്തികൾ തുടങ്ങിയ വിശ്വാസം തെറ്റി നിൽക്കുന്ന, യേശുക്രിസ്തു നാമത്തിൽ സ്നാനം കഴിക്കാതെ ഈ പഠിപ്പിലുള്ളതെല്ലാം തെറ്റി നിൽക്കുന്നവർ യഥാസ്ഥാനത്ത് എത്തണമെന്നതും ദൈവഹിതമാണ്. ഞാൻ വലുത്, എന്റെ സഭ വലുത്, പാസ്റ്റർ വലുത്, എന്റെ കുടുംബം വലുത്, പാരമ്പര്യം വലുത്, എല്ലാം വലുതെങ്കിൽ നമുക്ക് അവിടെ തന്നെ ഇരിക്കാം, ഒരു കുഴപ്പമില്ല. അവർ ലോകത്തെയും അതിനുള്ളത് സ്നേഹിക്കുന്നു. ഇതിനേക്കാൾ ഉപരിയായി നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു എന്നാണ് കർത്താവ് ചോദിക്കുന്നത്. ഓക്കെ, അങ്ങനെ തെറ്റി നിൽക്കുന്നവരെ യഥാസ്ഥാനത്താക്കുന്ന കാര്യമാണ് എല്ലാ താഴ്വരയും നികന്നും എല്ലാ മലയും കുന്നും താണും, ഉയർന്ന സഭ താഴ്ന്നതെല്ലാം ലെവലിൽ വരണം. വളഞ്ഞതൊക്കെ ചൊവ്വായും ദുർഘടങ്ങൾ സമമായും തീരും. അപ്പൊ ഒരേ വിശ്വാസത്തിൽ കൊണ്ടുവരണമെന്ന ദൈവ ഇഷ്ടമാണ്. അപ്പൊ യഹോവയുടെ വലുതും ഭയങ്കരവുമായ വെച്ചാൽ ആദ്യത്തെ വരവിൽ കർത്താവ് വരുമെന്നതിന്റെ വേറെ വചനമാണ് കാണിക്കുന്നത്. അവിടെ മലാഖി 3:1 പറയുന്നത്, യഹോവ പറയാണ്, എനിക്ക് മുമ്പായി വഴി നിരത്തേണ്ടതിന് ഞാൻ എന്റെ ദൂതനെ അയക്കും. അപ്പൊ യെശയ്യാ പ്രവാചകൻ 40 പറഞ്ഞപ്പോൾ ദൂതനെ അയക്കുന്നില്ല, ഒരുത്തൻ എന്നേ പറഞ്ഞിട്ടുള്ളൂ. അതാണ് അവിടെ കളർ ചെയ്തിരിക്കുന്നത്. ആ ഒരുത്തൻ ആര് എന്ന് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം കഴിഞ്ഞിട്ടാണ് മലാഖി വരുന്നത്. ആ മലാഖി പ്രവചനം 3:1 പറയുന്നു, ഒരു ദൂതനെ അയക്കുമെന്നേ പറയുന്നുള്ളൂ. എനിക്ക് മുമ്പായി വഴി നിരത്തേണ്ടതിന് മുമ്പ് എന്ത് പറഞ്ഞു? മരുഭൂമിയിൽ വിളിച്ചു പറയുന്ന യഹോവയ്ക്ക് വഴി ഒരുക്കുവിൻ. അപ്പൊ അവിടെയും വഴി അത് വിശ്വാസം. വഴി എന്ന് വെച്ചാൽ എന്താ? യേശു ക്രിസ്തു, ദൈവം, അല്ല ആ നാമം, ഒറ്റ നാമം, ഒരു വിശ്വാസം, ഒരു സ്നാനം, ആ ഒരൊറ്റ നിരയിൽ തന്നെ പോകുന്നതിന് വേണ്ടിയാണ് ദൈവം ഒരുവനയക്കുന്നത്. മലാഖിയിൽ പറയുന്നത്, എനിക്ക് മുമ്പായി വഴി നിരത്തേണ്ടതിന് ഞാൻ എന്റെ ദൂതനെ അയക്കുന്നു. അപ്പോ നിങ്ങൾ അന്വേഷിക്കുന്ന കർത്താവും, എന്തുകൊണ്ട് ഞാൻ വിശദമായി പഠിപ്പിച്ചു പോവുകയാണ്, നമുക്ക് ചിലപ്പോൾ പുതിയ കുറച്ച് കാര്യങ്ങൾ കിട്ടും. നിങ്ങൾ അന്വേഷിക്കുന്ന കർത്താവും, മലാഖി പ്രവചന പുസ്തകം 3-ാമത്തെ അധ്യായത്തിൽ ദൈവം ആ കാലത്തെ ജനത്തോട് പറയാണ്, നിങ്ങൾ അന്വേഷിക്കുന്ന കർത്താവ്. ആ കാലത്ത് ഒരു കർത്താവേ ഉള്ളൂ, സൃഷ്ടികർത്താവ്, യഹോവ കർത്താവ്. അപ്പൊ ആ കർത്താവ് വരുമെന്ന് അവർ അന്വേഷിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അന്വേഷിക്കണമെങ്കിൽ ദൈവം അവരോട് എന്തെങ്കിലും വാഗ്ദത്തം ചെയ്തിട്ടുണ്ടാവും, ഇല്ലേ? ഇപ്പൊ നമ്മുടെ വീട്ടില് ഇത്രാം തീയതി വൈകിട്ട് ഒരാൾ വരും എന്ന് പറഞ്ഞാൽ നമ്മൾ അന്നത്തെ ദിവസം അല്ലെങ്കിൽ തലേ ദിവസം ഒരുങ്ങി കാത്തിരിക്കും, അന്വേഷിക്കും. അപ്പൊ നിങ്ങൾ അന്വേഷിച്ചിരിക്കുന്ന വ്യക്തി ഇതാ ബസ് സ്റ്റാൻഡിൽ വന്നു, ഇപ്പൊ വരും എന്ന് പറയുന്നത് പോലെ ഇവിടെ പറയാണ്, യഹോവ വരും, അതിനു മുമ്പ് വഴി നിരത്തേണ്ടതിന് ഒരുവനെ ഞാൻ അയക്കും എന്ന് ഒരിടത്ത് പറഞ്ഞു. ഇവിടെ പറയുന്നു, മുമ്പായി ദൂതനെ അയക്കും. അപ്പോഴും കർത്താവ് പറഞ്ഞു, നിങ്ങൾ അന്വേഷിക്കുന്ന കർത്താവ്. അപ്പൊ കർത്താവിനെ അവർ അന്വേഷിക്കുന്നു. എന്താ കാരണം? ദൂതനുമായവൻ പെട്ടെന്ന് തന്റെ മന്ദിരത്തിലേക്ക് വരും, ഇതാ അവൻ വരുന്നു എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. അപ്പോ ആ കർത്താവ് വരാൻ പോകുന്നു, നിങ്ങൾ മനസ്സിലാവുന്നുണ്ടോ? വ്യക്തമായി മനസ്സിലാക്കി പോയാൽ ആത്മാവിൽ ഉണർന്നിരിക്കാം. ഇതൊന്നും അറിയാതെ ഈ കത്തോലിക്ക പെന്തക്കോസ്തല സഭകൾ വെറുതെ മരണത്തിലാ. ഈ എളിയ സഭ, ഇവിടെ ആളൊന്നും ഉണ്ടാവില്ല, ആൾക്കാരൊന്നും കൂടെ ഉണ്ടാവില്ല, വലിയ വിദ്യാഭ്യാസ യോഗ്യത ഉള്ളവരായിരിക്കേയില്ല. ദൈവം വെളിപ്പെടുത്തി കൊടുക്കുന്ന ചെറിയ കൂട്ടത്തിനാണ്. ചെറിയ കൂട്ടമേ ഭയപ്പെടേണ്ട. അതുപോലെ ചെറിയ കൂട്ടത്തിന്റെ അധികാരം, താക്കോൽ കൈമാറാൻ കർത്താവിന് ഇഷ്ടം. അപ്പൊ ഇവിടെ അത് പഠിപ്പിക്കുമ്പോൾ നിങ്ങളുടെ സഭയിൽ എത്ര പേരുണ്ട്? ആരും ഇല്ലല്ലോ എന്ന് വെച്ചാൽ അതേ ഇല്ല. വലിയ ഏകാകിനിയുടെ മക്കൾ ഭർത്താവ് ഉള്ളവരുടെ മക്കളെക്കാൾ അധികമെന്ന്. നമ്മുടെ ഭർത്താവ് ആരാ? കർത്താവ് യേശു ക്രിസ്തു. അവിടെ കുറവായിരിക്കും. ഏകാകിനിയായിരുന്നു. നാട്ടുകാരൊക്കെ ബന്ധുക്കളും ഭാര്യയും ഭർത്താവും കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടംപോലെ ഉണ്ടാവും. അതാണ് നമ്മൾ പഠിപ്പിച്ചത്. ലോകത്തിലെ സഭ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചെറിയൊരു കൂട്ടമായിട്ട് വന്നിട്ട് ഇന്നത്തെ സഭകൾ മുഴുവൻ വലിയ ജനമായിരിക്കും, വലിയ കൂട്ടം. യഥാർത്ഥത്തിൽ ദൈവസഭയാണെങ്കിൽ ജനം കൂടുതൽ ഉണ്ടാവും, വാതിൽ ഇടുക്കമുള്ളത്, വഴി ഞെരുക്കം, ഉപദേശം കഠിനമായതാണ്. വിശ്വാസം, വീര്യം, പരിജ്ഞാനം, ഇന്ദ്രിയം, ക്ഷമ, ഭക്തി, ഇങ്ങോട്ട് വരുമ്പോഴേക്ക് ക്ഷമയൊക്കെ ഉണ്ടാവണം. ഇങ്ങനെ ഓരോ തലത്തിലും കെട്ടപ്പെട്ട് വരുമ്പോൾ ജനം കുറഞ്ഞു വരും, കണ്ടെത്തുന്നവർ ചുരുക്കം. ദൈവസഭ അവസാനം കുറഞ്ഞു വരും. ലോകത്ത് കാണുന്ന സഭകളിലെല്ലാം ജനം പെരുകി വരും. അപ്പൊ അതുകൊണ്ട് നമ്മൾ പറയുന്നത് ചിലപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടില്ല. ഇഷ്ടപ്പെടുന്നവർക്ക്
അവരുടെ സഭയോ എന്റെ പാരമ്പര്യമോ എന്റെ പാസ്റ്ററോ കുടുംബമോ ഭാര്യ പറഞ്ഞാലോ ഭർത്താവ് പറഞ്ഞാലോ അപ്പൻ പറഞ്ഞാലോ ബന്ധുക്കൾ പറഞ്ഞാലോ അല്ലെങ്കിൽ സമൂഹം പറഞ്ഞാലോ ഒന്നും അവർക്ക് വലുതല്ല. അവർക്ക് വലുത് കർത്താവ് മാത്രം. കാര്യം എന്താ? ഈ ലോക ജീവിതം കഴിഞ്ഞ എന്നെ കൊണ്ടുപോകാനായിട്ട് ഒരുവനെ ഉള്ളത്, കർത്താവായ യേശു ക്രിസ്തു. അപ്പോ നിങ്ങൾ അന്വേഷിക്കുന്ന കർത്താവും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിയമദൂതനുമായവൻ എന്താ? വാസ്തവത്തിൽ ഈ നിയമദൂതൻ അവർ ഇഷ്ടപ്പെട്ടിരുന്നില്ല. നിയമദൂതനായ കർത്താവ്, ഈ കർത്താവ് അവരുടെ കൽപ്പനകളാണ് അവരെല്ലാം തള്ളിയിട്ട് നിൽക്കുന്നത്. അതുകൊണ്ടാണ് അവരെ രക്ഷിക്കാൻ വരും എന്ന് പറഞ്ഞത്. നോക്കാം, അവർ അന്വേഷിക്കാൻ കാരണം എന്താണ്? യെശയ്യാ പ്രവാചകൻ 25:9 പറയുകയാണ്, അന്നാളിൽ ഇതാ നമ്മുടെ ദൈവം എന്ന് എപ്പോഴോ വരുന്ന നാളിൽ അവനെ അത്രയും നാം കാത്തിരിക്കുന്നത്. അതാണ് നിങ്ങൾ അന്വേഷിക്കുന്ന കർത്താവും. അവൻ നമ്മെ രക്ഷിക്കും. ആരോ ഒരാള് രക്ഷിതാവായി വരാനിരിക്കുകയാണ്. അവൻ വന്ന് നമ്മളെ രക്ഷിക്കും. ഈ രക്ഷിക്കുന്ന ആരാണ്? എന്താ? അവൻ തന്നെ യഹോവ. ബൈബിൾ പറയുന്നു, ഈ രക്ഷിതാവായ വന്ന യേശു ക്രിസ്തു യഹോവ എന്ന് ദൈവം തന്നെ നേരിട്ട് പറഞ്ഞിരിക്കുന്നു. ഇവിടെ ആരെങ്കിലും വിശ്വസിക്കുമോ? നമ്മളിത് പറഞ്ഞാൽ പറയും സാത്താനെ എന്ന് വിളിക്കും. അവനെ അത്രേ നാം കാത്തിരിക്കുന്നത്, അവന്റെ രക്ഷയിൽ നമുക്ക് ആനന്ദിച്ച് സന്തോഷിക്കാമെന്നും അവർ പറയും. ഇന്ന് യേശു ക്രിസ്തു നമുക്ക് കാൽവരി ക്രൂശിൽ യാഗം അർപ്പിച്ചതുകൊണ്ട് നമ്മുടെ പാപപരിഹാര മാർഗം ഒരുക്കിയാണ് നമ്മൾ സന്തോഷിക്കുന്നത്, കർത്താവിന് സ്തോത്രം പറയുന്നത്. അതാര്? അവൻ നമ്മെ രക്ഷിക്കും, അവൻ തന്നെ യഹോവ. ഇനി യെശയ്യാ പ്രവചനം 14:2 വായിച്ചു നോക്കുക. അവിടെ ഇത് തന്നെ പറയുന്നു, ഇതേ കാര്യം തന്നെ ആ രക്ഷിക്കാൻ വരുന്നത്. ഇനി യെശയ്യാ പ്രവാചകൻ 43:11 വായിക്കുക. അവിടെ പറയുന്നു, ഇസ്രായേൽ രാജാവായ സൈന്യങ്ങളുടെ യഹോവ ഞാൻ തന്നെ, ഞാൻ അല്ലാതെ ഒരു രക്ഷിതാവുമില്ല. അവര് രണ്ടാമത്തെ യേശു ക്രിസ്തുവാണ് രക്ഷിതാവ് എന്ന് പറയുന്നു. ഇവരല്ലേ എതിർ ക്രിസ്തുക്കൾ, ആത്മക്കണ്ണ് അടഞ്ഞു പോയവർ. അപ്പോൾ യഹോവ വന്ന് രക്ഷിക്കും. യഹോവ വെച്ചാൽ അവിടെ കർത്താവ് നായിക്കുള്ളൂ. യഹോവ മലയാളത്തിൽ മാത്രമേ ഉള്ളൂ. ഇല്ലെങ്കിൽ അവൻ തന്നെ കർത്താവ്. ആ കർത്താവിനെയാണ് ഇവിടെ മലാഖി 3:1 പറഞ്ഞത്, നിങ്ങൾ അന്വേഷിക്കുന്ന കർത്താവും. അപ്പൊ യഹോവയെ കർത്താവ് ഭൂമിയിൽ വരേണ്ടതിന്റെ കാര്യം എന്താണ്? മക്കൾ ജഡരക്തങ്ങളോട് കൂടി ആയതുകൊണ്ട് ആത്മാവായ ദൈവവും ഇവരെ പോലെ ജഡരക്തങ്ങളോട് കൂടി ഭൂമിയിൽ വന്ന് അവർക്ക് രക്ഷാപദ്ധതി ഒരുക്കുകയാണ്. അങ്ങനെ വരുന്നതിന് മുമ്പ് തെറ്റി നിൽക്കുന്നവൻ ഒരു വിശ്വാസത്തിൽ വരണം. ഇന്നും അതേ കർത്താവ് തന്നെയാണ് ഈ മടങ്ങി വരുന്നത്. യേശു ക്രിസ്തു വരുന്നതിന് മുമ്പാണ് കത്തോലിക്ക മുതൽ പെന്തക്കോസ്തുള്ള വിവിധ തരം ഉപദേശത്തിൽ നിൽക്കുന്നവരോട് നമ്മൾ വിളിച്ചു പറയുന്ന അപ്പോസ്തലന്മാരെ അപ്പന്മാരെ ഏകദൈവ വിശ്വാസം, ഒരു വിശ്വാസം, ഒരു സ്നാനം, ഒരു കർത്താവ്, ഒരു ആത്മാവ്, ഒരു ഉപദേശം, ഒരു സഭ, ഒറ്റ കൂട്ടായ്മ, ഏക ശരീരമാകുമാറു നാം എല്ലാം ഒരേ ആത്മാവിനാൽ സ്നാനപ്പെട്ടിരിക്കണം. ആ വിശ്വാസത്തിലേക്ക് വിളിച്ചു പറയുന്ന ഒരു വലിയ സഭയാണ് നമ്മൾ. Thus saith the Lord. ലോകത്തിന്റെ ബുദ്ധിക്ക് വെളിപ്പെടുന്നതല്ല. ഓക്കെ, അപ്പോ അങ്ങനെ യഹോവ വരുമ്പോൾ, ഒന്നാമത്തെ വരവെങ്കിൽ യഹോവ വരുമ്പോൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞത്? ഇനി ആ ഏലിയാവിന്റെ ആത്മാവോട് കൂടി വരുന്നവൻ എന്ത് ചെയ്യും നോക്കുക. അപ്പോ ശ്രദ്ധിക്കാം, യെശയ്യാ പ്രവാചകൻ 40:3 യഹോവയ്ക്ക് മുമ്പേ വഴി നിരത്തേണ്ടതിന് ഒരുവൻ അയക്കുമെന്നേ പറഞ്ഞിട്ടുള്ളൂ. ആര് എന്തെന്ന് പറഞ്ഞില്ല. 3:1 പറഞ്ഞു, എനിക്ക് മുൻപായി ഞാൻ എന്റെ ദൂതനെ അയക്കുമെന്ന് പറഞ്ഞു. അവിടെ ദൂതൻ എന്ന് പറയുന്നത്, അവിടെയും പേരും ഒന്നും പറയുന്നില്ല. ദൗത്യം എന്തെന്ന് പറയുന്നു യെശയ്യാ പ്രവാചകൻ 40:3 പറയുന്നു, ഇവിടെയും പറയുന്നുണ്ട്. എന്നാൽ ക്ലിയർ ആയിട്ട് എന്താണ് ദൗത്യം എന്ന് പറയുന്നത് മലാഖി 4:5 പറയുന്നുണ്ട്. അവൻ വന്നിട്ട് അപ്പന്മാരുടെ ഹൃദയം മക്കളിലേക്കും മക്കളുടെ ഹൃദയം അപ്പന്മാരിലേക്കും നിരപ്പിക്കും. ഇതാണ് അവൻ ചെയ്യുന്ന ശുശ്രൂഷ. ആരാണ് അവൻ? ഈ ദൂതൻ എന്ന് പറഞ്ഞു. പിന്നെ ഇവിടെ മലാഖി 4:5 എന്ന് പറയുന്നു, ഏലിയാവിന്റെ ആത്മാവ്, അല്ലെങ്കിൽ ഏലിയ പ്രവാചകനെ അയക്കുമെന്ന്. ഓക്കെ, അപ്പോ ഈ വരുന്ന ഏലിയ പ്രവാചകൻ വന്നു പറയുന്നത് കേട്ടില്ല എങ്കിൽ അടുത്ത 4:6 ഞാൻ വന്നു ഭൂമിയെ സംഹാര ശബ്ദം കൊണ്ട് ദണ്ഡിപ്പിക്കാതിരിക്കേണ്ടതിന് അവൻ, ആര്? വരുന്ന ഏലിയാവ്, അപ്പന്മാരുടെ ഹൃദയം മക്കളോടും. ഇത് ഒന്ന്. അപ്പൊ യഹോവയ്ക്ക് 2 വരവുണ്ട്. ഒരു സഭയും പഠിപ്പിക്കുന്നില്ല കേട്ടോ. ഇത് ഇസ്രായേൽ ജനത്തിൽ, ഇത് നിങ്ങൾ ബൈബിൾ നോക്കി അറിയാം. മലാഖി പ്രവചന പുസ്തകം 4-ാമത്തെ അധ്യായം 4-ാമത്തെ വാക്യം നോക്കിയാൽ വായിച്ച് തീരുമ്പോൾ ഇസ്രായേലിനോടാണ് സംസാരിക്കുന്നത്. ഈ നമ്മുടെ എന്റെ മെസ്സേജിൽ തന്നെ സ്നാനപ്പെട്ട ആൾക്കാർ എന്നോട് വിളിച്ച് ചോദിച്ചു, പാസ്റ്ററെ തൊട്ട് മുകളിൽ വായിച്ചു നോക്കി, ഇസ്രായേൽ ജനത്തോട് പറഞ്ഞതല്ലേ? അതെ, അവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് ഉണ്ട്, കുത്തിട്ടുണ്ട്, അത് തീർന്ന ആ വിഷയം. ഇസ്രായേൽ ജനത്തോട് പറഞ്ഞ കാര്യത്തിന്റെ അവസാനം അവിടെ. ഇനി അടുത്ത് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്ത ശേഷം അങ്ങനെ വിശ്വസിക്കുന്ന ജനത്തെ കൂട്ടിക്കൊണ്ടുപോകാൻ വരുന്ന കാര്യവും അതിനു മുമ്പ് തെറ്റി നിൽക്കുന്നവരെ യഥാസ്ഥാനത്താക്കണം എന്ന കാര്യവുമാണ് 5-ലും 6-ലും പറയുന്നത്.
അപ്പോൾ അങ്ങനെ ഏലിയാവിന്റെ ആത്മാവുമായി ഒരുവൻ വന്നാൽ, അല്ലെങ്കിൽ ഏലിയ പ്രവാചകൻ വന്നാൽ എന്ത് ചെയ്യും? പഴയ നിയമത്തിൽ ഈ അപ്പന്മാരെന്ന് പറയുന്നത് പഴയ നിയമത്തിലെ പ്രവാചകന്മാരാണ്. പഴയ നിയമത്തിൽ ദൈവം വഴി നടത്തിയപ്പോൾ തെറ്റിപ്പോയ ജനം, അവർ കേൾക്കുന്നവർ മാത്രമാണ് ദൈവത്തിന്റെ മക്കൾ. തെറ്റിയവരെ പ്രവാചകന്മാരായ അപ്പന്മാരുടെ ഹൃദയം എന്ന് വെച്ചാൽ എന്താ? ആ വിശ്വാസത്തിലേക്ക് മടങ്ങിപ്പോകണം. ഇത് യോഹന്നാൻ സ്നാപകൻ ഏലിയ പ്രവാചകന്റെ ആത്മാവുമായി വന്നവനാണെങ്കിൽ അവൻ അത് ചെയ്തിരിക്കണം. രണ്ടാമത്തത്, മക്കളുടെ ഹൃദയം അപ്പന്മാരോട് നിരപ്പിക്കും. ഇതും പലരും പറയുന്നത് ഇത് രണ്ടും ഒരുമിച്ച് ചെയ്യുന്നതെന്നാണ്. ഒരിക്കലുമല്ല എന്നതിന് വചനത്തിൽ തന്നെ തെളിവുണ്ട്. ആ തെളിവൂടെ കാണിച്ചിട്ടാണ് നമ്മുടെ എൻ്റെ മെസ്സേജിലുള്ളവർ പോലും ഇന്നും വേറെ എങ്ങനെ തെറ്റിപ്പോയവരുണ്ട്. ഇതേ മെസ്സേജിൽ നിൽക്കുന്ന പല ചർച്ചിലുള്ളവർ എന്നെ വിളിക്കാറുണ്ട്. അവരും പറയുന്ന, പാസ്റ്ററെ രണ്ട് വരവൊന്നുമില്ല, രണ്ട് കാര്യമല്ല, അപ്പന്മാരുടെ ഹൃദയം മക്കളിലേക്ക് നിരപ്പിച്ചപ്പോൾ തന്നെ മക്കളുടെ ഹൃദയം അപ്പന്മാരിലേക്ക് നിരന്നു. നിങ്ങൾ ദുരുപദേശമല്ലേ പഠിപ്പിക്കുന്നത്? നമ്മുടെ ഇതേ മെസ്സേജിലുള്ളവർ തന്നെ പഠിപ്പിക്കുകയാണ്. യേശുവിന് രണ്ട് വരവില്ലേ? രണ്ട് വരവിൽ ഓരോ സഭ ദൈവം പടുന്നില്ലേ? അതിന് തെറ്റിയ ജനമില്ലേ? തെറ്റിയ ഒരു യഥാസ്ഥാനത്ത് ആകണമെന്ന് ദൈവത്തിന്റെ വചനമില്ലേ? അപ്പോ ഒന്നാമത്തെ വരവിൽ അപ്പന്മാരുടെ ഹൃദയം മക്കളോട്, രണ്ടാമത്തെ വരവിലാണ് മക്കളുടെ ഹൃദയം അപ്പന്മാരോട് നിരപ്പിക്കേണ്ടത്. ഇനി ഒന്നാമത്തെ വരവിൽ അങ്ങനെ വന്നോ? യേശുവിന്റെ വരവിന് മുമ്പ് ഈ ഏലിയ പ്രവാചകൻ വന്നെങ്കിൽ നിരപ്പിച്ചോ? നിരപ്പിച്ചെങ്കിൽ എന്താ? നിരപ്പിച്ച് കഴിഞ്ഞ് പരിശുദ്ധാത്മാവ് വന്ന് പുതിയ നിയമസഭയുടെ പ്രവൃത്തിയിൽ തീർത്ത ശേഷമാണ് ബൈബിൾ എഴുതി തന്നിരിക്കുന്നത്. ശരിയല്ലേ? അപ്പോൾ അവിടെ രേഖ ഉണ്ടായിരിക്കണം. നോക്കാം, ബൈബിൾ എടുക്കുന്നവർ നിങ്ങൾ എടുക്കുക. ലൂക്കോസ് സുവിശേഷം 1-ാം, നിങ്ങൾ ബൈബിൾ എടുത്താൽ ഗുണമെന്നറിയാമോ? ഈ വാക്യം എവിടെ കിടക്കുന്നു? ഞാൻ ഇവിടെ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്, നിങ്ങൾക്കിത് കണ്ടിട്ട് പോകാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ നിങ്ങളുടെ ബൈബിൾ നോക്കുമ്പോൾ, നിങ്ങൾ സ്ഥിരം വായിച്ചുകൊണ്ടിരിക്കുന്ന ബൈബിൾ ഇങ്ങനെ ഒരു വിഷയം പറയുമ്പോൾ അത് എവിടെ കിടക്കുന്നു നിങ്ങൾക്ക് ഹൃദയത്തിൽ സ്പർശമാവും. പെട്ടെന്ന് ഒരാളോട് പറയണമെങ്കിൽ നമുക്ക് ആ വാചനത്തിന് എവിടെയാണ്, ഇടതുവശത്താണോ വലതുവശത്താണോ, ഏത് വരിയിലാണ്, താഴെ എവിടെയാണ് നമുക്ക് ബോധ്യം വരും. ഇത് കേൾക്കുമ്പോൾ തന്നെ ഹൃദയം വികാസത്തോടുകൂടി, പരിശുദ്ധാത്മാവിന് അഭിഷേകത്തോടുകൂടി, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിലാണ് കേൾക്കുന്നതെങ്കിൽ അത് ആ ഭാഗം എപ്പോഴും ഓർമ്മ നിൽക്കും. ഇതാരും പറഞ്ഞിട്ടെടുക്കേണ്ടതല്ല. ലൂക്കോസ് സുവിശേഷം 1-ാമത്തെ അധ്യായം 13-ാമത്തെ അധ്യായത്തിൽ നോക്കുക. ഈ ആദ്യം വരുന്ന ആരാണ്? യഹോവയല്ല, യഹോവയ്ക്ക് മുമ്പ് വരുന്ന ദൂതൻ. ആ ദൂതന്റെ കാര്യമാണ് എടുക്കുന്നത്. അപ്പൊ ദൂതൻ അവനോട്, ഈ ദൂതൻ ഏലിയാവല്ല, ഒരു യോഹന്നാൻ സ്നാപകൻ ജനിക്കാൻ പോകുന്ന കാര്യം പറയാൻ വന്ന ദൂതനെ കുറിച്ചാണ്. ദൂതൻ അവനോട്, സഖര്യാവേ ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി നിന്റെ ഭാര്യ എലിസബത്ത് നിനക്കൊരു മകനെ പ്രസവിക്കും, അവന് യോഹന്നാൻ എന്ന് പേരിടണം. 16, അവൻ ഇസ്രായേൽ മക്കളിൽ പലരെയും അവരുടെ ദൈവമായ കർത്താവെങ്കിലേക്ക് തിരിച്ചു വരുത്തും. കണ്ടോ? ഇനി 16-ാമത്തെ വാക്യം ശ്രദ്ധിക്കുക. അവൻ വെച്ചാൽ ആ ഏലിയ പ്രവാചകൻ ഇസ്രായേൽ മക്കളിൽ പലരെയും, അതായത് യേശു ക്രിസ്തു വരുന്ന സമയത്ത് ജീവനോടെ ഇരിക്കുന്ന യഹൂദൻ എല്ലാവരുമല്ല. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു ആരാണ്? ഓരോ കാലത്തെയും ദൈവത്തിന്റെ വചനം വിശ്വസിക്കുന്നവർ മാത്രമാണ് ദൈവജനം, ഇല്ലാത്തവൻ ദൈവജനമല്ല. അപ്പോ ആ കാലത്തുള്ള ഇസ്രായേൽ മക്കളിൽ പലരെയും, എല്ലാവരെയും അല്ല, എല്ലാവരും വരികയും ഇല്ല എന്നറിയാം, അവരുടെ ദൈവമായ കർത്താവിങ്കിലേക്ക് തിരിച്ചു വരുത്തും. അതായത് പ്രവാചകന്മാർ പഠിപ്പിച്ച വിശ്വാസത്തിലേക്ക് തിരിച്ചു വരുത്തും. അപ്പോൾ അതിന്റെ മറ്റൊരു കാര്യം 1:17, അവൻ ഏലിയാവ് അപ്പന്മാരുടെ ഹൃദയങ്ങളെ മക്കളിലേക്കും. കണ്ടോ? അതാണ് ഇവിടെ മലാഖിൽ പറഞ്ഞത്, ചോപ്പ് കൊടുത്തിരിക്കുന്നത്. 1-ാമത്തെ, അപ്പന്മാരുടെ ഹൃദയം മക്കളോടും. ഈ ഒരു കാര്യമേ അവിടെ ചെയ്തുള്ളൂ. ലൂക്കോസ് സുവിശേഷം 1:17, അവൻ അപ്പന്മാരുടെ ഹൃദയം മക്കളിലേക്കും. ഇതാണ്, ഇങ്ങനെ നിരപ്പ് പ്രാപിക്കുന്നവർ മാത്രമാണ് മണവാട്ടിയുടെ ഗണത്തിൽ വരുന്നത്. ആ ചുവപ്പ് മാർക്ക് കണ്ടോ? നിരക്കുന്നവർ. നമ്മളും അങ്ങനെ ലോകത്തെ കത്തോലിക്ക മുതൽ പെന്തക്കോസ്തലിക്ക സഭകളുടെ ഇടയിലേക്ക് നമ്മളിത് വിളിച്ചു പറയുമ്പോൾ അപ്പോസ്തലന്മാരെ അപ്പന്മാരുടെ വിശ്വാസത്തിലേക്ക് നിരന്നു വന്ന് ഈ വിശ്വാസ സ്നാനം സ്വീകരിച്ചിരിക്കുന്നതിൽ നിന്ന് മാത്രമേ മണവാട്ടിയെ തിരഞ്ഞെടുക്കുകയുള്ളൂ. വേറെ വലിയ കോടിക്കണക്കിന് ജനങ്ങൾ ആ സഭയിൽ ഉണ്ട് എന്ന് പറഞ്ഞാലും ദൈവവചനത്തിൽ അങ്ങനെ ഒരു സിസ്റ്റം ഇല്ല. ദൈവത്തിന്റെ വചനം പുറപ്പെട്ടെങ്കിൽ അത് അങ്ങനെ തന്നെ ക്രിയ ചെയ്യുള്ളൂ. ഇനി നമ്മളെല്ലാം പോകുന്ന നമ്മുടെ വിശ്വാസം പ്രത്യാശ നല്ലത് തന്നെ, പക്ഷെ വചനം പോലെ ആയിരിക്കുക. ഇനി അങ്ങനെ നിരപ്പ് പ്രാപിച്ചവർ മാത്രം വിശുദ്ധന്മാരും, നിരപ്പ് പ്രാപിക്കാത്തവരോ നമുക്ക് വഴങ്ങാത്തവരെ നീതിമാന്മാരുടെ ബോധത്തിലേക്കും തിരിച്ചും കൊണ്ട് ഒരുക്കമുള്ള ഒരു ജനത്തെ കർത്താവിനു വേണ്ടി ഒരുക്കുവാൻ അവന് മുമ്പായി ഏലിയാവിന്റെ ആത്മാവോടും ശക്തിയോടും കൂടെ നടക്കും. അപ്പൊ 1-ാമത്തെ വരവിൽ ഏലിയാവിന്റെ ആത്മാവുമായി വരുന്ന, അല്ലെങ്കിൽ ഏലിയ പ്രവാചകന്റെ ആത്മാവുമായി വരുന്നത്
യോഹന്നാൻ സ്നാപകൻ എന്ന് നമുക്കിവിടെ മനസ്സിലായി. അവൻ വന്ന ചെയ്യുന്നത് ഒരു കാര്യമാണ്, പക്ഷെ രണ്ട് ഫലം കൊയ്യും. അനുസരിക്കുന്നവൻ വിശുദ്ധന്മാരുടെ ഗണത്തിലേക്കും അനുസരിക്കാത്തവർ അവിടെ ഇരിക്കുന്നവരാ. വാതിൽ കണ്ടെത്തി കടന്നത് ചെറിയ കൂട്ടം. ഇതിനകത്തുനിന്ന് തന്നെ ഒന്നാമത്തെ ഗണത്തിൽ പോകാത്തവർ നീതിമാൻ പ്രയാസന ദൈവരാജ്യം പ്രാപിക്കുന്ന കർത്താവിന്റെ വരവിൽ ഒന്നാമത്തെ ഗണത്തിൽ പോകുന്ന വിശുദ്ധന്മാർ എടുക്കപ്പെട്ടാൽ ബാക്കിയുള്ളവർ 1000 ആണ്ട് വാഴ്ചയിലേക്ക് തള്ളപ്പെടും. 1000 ആണ്ട് വാഴ്ചയല്ല, 1000 ആണ്ട് വാഴ്ച വരെയും അവർ തള്ളപ്പെടും. അതിനുശേഷം മാത്രമേ ന്യായാസനത്തിൽ വന്നിട്ട് നിങ്ങൾ എന്റെ നാമം നിഷേധിച്ചില്ല. അത് വെളിപ്പാട് പുസ്തകം 2-ാമത്തെ അധ്യായം 1 പറയുന്നുണ്ട്. നിനക്ക് അല്പമേ ശക്തി, നീ എന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു വരുന്ന ഒരു കുറ്റം നിന്നെ കുറിച്ച് പറയാനുണ്ട്, എങ്കിലും നീ എന്റെ നാമം നിഷേധിച്ചില്ല. അപ്പൊ കർത്താവിന്റെ നാമം നമ്മുടെ മുമ്പിൽ വെച്ചു സ്നാനം, വിശ്വാസ സ്നാനം സ്വീകരിച്ച് ഇടയ്ക്ക് വെച്ച് പിന്മാറി പോയവരുടെ കാര്യമല്ല, മരണപര്യന്തം ദൈവം വിളിച്ചു ചേർത്ത കൂട്ടായ്മയുമായി ചേർന്ന് പോകുന്നവരെ കുറിച്ചാണ്. അപ്പോൾ അങ്ങനെ ഇരുന്നിട്ട് വിശുദ്ധന്മാരുടെ ഗണത്തിൽ പോകാതെ തള്ളപ്പെട്ടു പോകുന്നവൻ 2-ാമത്തെ ഗണത്തിൽ ആശ്രിതനായിട്ട് വരും. സേവ ചെയ്യുന്നവരാ. യഹൂദന്മാരുടെ ഒപ്പം എന്ന് പറയുന്നില്ല, അവിടെ സേവ ചെയ്യുന്നവരായിട്ടേ വരുള്ളൂ, മണവാട്ടിയാവുകയില്ല. മണവാട്ടിക്ക് കർത്താവിനും വേണ്ടി സേവ ചെയ്യുന്നവർ. അപ്പോ യോഹന്നാൻ സ്നാപകനിലൂടെ ഏലിയാവിന്റെ ആത്മാവുമായി വന്ന് അവിടെ അപ്പന്മാരുടെ ഹൃദയം മക്കളിലേക്കും വഴങ്ങാത്തവരെ വിശ്വസിക്കാതെ 2-ാമത്തെ കൂട്ടത്തിലേക്കും. ഇനി ഒരു ഇണവചനങ്ങൾ നോക്കാം. ഇത് യോഹന്നാൻ സ്നാപകൻ തന്നെയാണ്. മത്തായി സുവിശേഷം 3:1 എടുക്കും. മത്തായി സുവിശേഷം 3-ാമത്തെ അധ്യായം 1 ഇതിന്റെ ഋണവചനമാണ്. ആ കാലത്ത് യോഹന്നാൻ സ്നാപകൻ വന്ന് യഹൂദ്യ മരുഭൂമിയിൽ പ്രസംഗിച്ചു. യഹൂദ്യ പട്ടണത്തിൽ, മരുഭൂമി എന്ന് വെച്ചാൽ ദൈവമില്ലാത്ത, അഭിഷേകമില്ലാത്ത, വചനം, ശരിയായ വചനമില്ലാത്ത ജനങ്ങളുടെ ഇടയിലേക്ക് വചനം അറിയിച്ചു. സ്വർഗരാജ്യം സമീപിച്ചിരിക്കിയാൽ മാനസാന്തരപ്പെടുവിനെന്ന് പറഞ്ഞു. അടുത്ത 3:3 മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ വാക്കാവിത്, കർത്താവിന്റെ വഴി ഒരുക്കി അവന്റെ പാത നിരപ്പാക്കുവിൻ എന്നിങ്ങനെ യെശയ്യാ പ്രവാചകൻ പറഞ്ഞവൻ ഇവൻ തന്നെ. അപ്പൊ യെശയ്യാ പ്രവാചകൻ 40:3 മലാഖി 1 മലാഖി 4:5 6 പറഞ്ഞ പ്രകാരം, ദൈവഹിത പ്രകാരം ജനിച്ചു വന്ന ഏലിയാവിന്റെ ആത്മാവ് വന്ന യോഹന്നാൻ സ്നാപകൻ, യെശയ്യാ പ്രവാചകൻ യഹോവയ്ക്ക് മുമ്പേ വഴിയൊരുക്കുമെന്ന് പറഞ്ഞ യഹോവയ്ക്ക് വേണ്ടി വഴിയൊരുക്കാൻ വന്നവൻ ഇവൻ തന്നെ, യോഹന്നാൻ സ്നാപകൻ. അങ്ങനെയെങ്കിൽ യോഹന്നാൻ സ്നാപകൻ ഏലിയാവിന്റെ ആത്മാവുമായി മുമ്പേ വന്നു എങ്കിൽ അവൻ ആരെ ചൂണ്ടിക്കാണിക്കും? യഹോവയെ ചൂണ്ടിക്കാണിക്കും. യേശുവിനെ എന്ന് പറയരുത്, യേശു ആണ് അത് ഇൻക്ലൂഡ്. പക്ഷെ യഹോവയ്ക്കാണ് ഇവിടെ വഴിയൊരുക്കാൻ പറഞ്ഞത്. നമ്മൾ പഴയ നിയമത്തിൽ നോക്കിയത് ശരിയാണോ എന്ന് സുവിശേഷത്തിൽ നോക്കി മനസ്സിലാക്കുകയാണ്. ഇനി സുവിശേഷത്തിന് കുറച്ചുകൂടെ ഡീപ്പായിട്ട് നോക്കുമ്പോൾ ഈ വന്ന യഹോവ എന്നത് ഇപ്പോൾ ആരാണ് എന്ന് പിടികിട്ടും. ലോകത്തിന് ഇത് മറന്നിരിക്കുകയാണ്. അവർ രക്ഷിക്കപ്പെട്ടിട്ട് പോലുമില്ല. എന്താ? യേശു തന്നെ കർത്താവ് എന്ന് വിശ്വസിക്കണം. 2 വിശ്വസിക്കാൻ രക്ഷിക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ കത്തോലിക്ക് മുതൽ പെന്തക്കോസ്ത് വരെ ഇരിക്കുന്ന നമ്മുടെ വേണ്ടപ്പെട്ട ജനം, എന്റെ അനുജത്തി കഴിഞ്ഞ ദിവസം വീട്ടിൽ വന്നിരുന്നു. 14 വർഷമായി ഞാൻ ഈ വിശ്വാസത്തിൽ വന്നിട്ട്. ഈ 14 വർഷം കൊണ്ടും പറയുന്ന അവൾക്കൊന്നും മനസ്സിലായിട്ടില്ല. ഇന്നലെ വീട്ടിൽ വന്നപ്പോഴത്തേക്ക് പറയണ, കൊച്ചണ്ണ, മനുഷ്യർ ഓടിക്കാത്ത ഒരു കാറ് കണ്ടുപിടിക്കൂ എന്ന് പറയുന്നു. മനുഷ്യനൊന്നും ഓടിക്കണ്ട, അതിനകത്ത് ഇരുന്ന യാത്ര ചെയ്ത് പോയി വരാം. ലോകം എത്ര പുരോഗമിച്ചിരിക്കുന്നു വെച്ചെണ്ണ. ഞാൻ പറഞ്ഞു, ഇത് വില്യം മാരിയം ബ്രഹ്മ, അതായത് നമ്മൾ വിശ്വസിക്കുന്ന ഈ മനുഷ്യനിലൂടെ, പ്രവാചകനിലൂടെ കർത്താവ് 1933 7 പ്രവചനം പറഞ്ഞിട്ടുണ്ടായിരുന്നു. യേശുക്രിസ്തു വരുന്നതിന് മുമ്പേ സംഭവിച്ചു തീരേണ്ട 7 കാര്യങ്ങൾ പറഞ്ഞതിൽ 5-ാമത്തെ കാര്യമാണത്. 5-ാമത്തതോ 4-ാമത്തോ എന്താണ്? മനുഷ്യർ ഒരു കാർ കണ്ടുപിടിക്കും, അത് സ്റ്റിയറിംഗ്. ഇപ്പൊ ഞാൻ നമ്മുടെ ചർച്ച് ഗ്രൂപ്പിൽ നിന്ന് രാവിലെ ഇട്ട് കണ്ടോ? ആരും നോക്കില്ല, തിരക്കായിരുന്നു. വീട്ടിൽ പോയി നോക്കിയാൽ ചർച്ച് ഗ്രൂപ്പിൽ ഞാൻ ആ വിഷയം ഇട്ട്. അതിൽ സ്റ്റിയറിംഗ് ഉണ്ട്. പക്ഷെ പ്രവാചകൻ പറഞ്ഞ സ്റ്റിയറിംഗ് വേണ്ട, എഞ്ചിൻ വേണ്ട, ഇന്ധനം അന്നും ഇന്നും ഒഴിക്കുന്നത് പോലെ തന്നെ ഓയിലുകൾ, പെട്രോളോ ഡീസലോ ഒന്നും വേണ്ട, ഇന്ധനം വേണ്ട. മനുഷ്യർ അവർ ഉറങ്ങുകയോ കളിക്കുകയോ ചിരിക്കുകയോ എന്തുവേണോ കാറിനകത്ത് ചെയ്യാം. വാഹനം പോയി തിരിച്ചു വരും. അങ്ങനത്തെ ഒരു വാഹനം കണ്ടുപിടിക്കുമെന്ന് 1933 പ്രവചിച്ചിരുന്നത് ഇപ്പോൾ നമ്മുടെ കൺമുമ്പിൽ സംഭവിച്ചിരിക്കുന്നു. അപ്പൊ ഇത് കണ്ടിട്ട് അവൾ ഒന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇത് മാത്രമല്ല, ഈ സമയത്ത് നടക്കേണ്ട ചില കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ട് ഈ സ്നാനത്തെ കുറിച്ച് പറഞ്ഞു. കണ്ണൊക്കെ നിറഞ്ഞ് ഇങ്ങനെ വളരെ ആകാംക്ഷയോടെ നോക്കിയിരുന്നിട്ട് പോയി. 14 വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പം മനസ്സിലാവുന്നത്.
ഇറങ്ങാൻ സമയത്ത് ഞാൻ പറഞ്ഞു, മുള്ളിനിടയിലും വഴിയരികിലും പാറപ്പുറത്ത് വീഴുന്നത് പോലെ ആകരുത്. നല്ല നിലത്താണ് വീണതെങ്കിൽ അതിന്റെ ഫലം ഉണ്ടാകും. കർത്താവ് യേശുക്രിസ്തു നാമത്തിൽ തന്നെ സ്ഥാനപ്പെട്ടിരിക്കും. വീട്ടിൽ പോയിട്ട് ഭർത്താവിനോട് പറയാം, വിശ്വാസമായാലും ഞാൻ വരാം, നമുക്ക് ബൈബിൾ, നിങ്ങൾ നിങ്ങളുടെ ബൈബിൾ എടുക്കുക, ഞാൻ എന്റെ ബൈബിൾ കൊണ്ടുവരാം, പരസ്പരം നോക്കി വിശ്വസിച്ച് വചനത്തോടൊപ്പം നിൽക്കുക. കർത്താവിന്റെ സന്നിധിയിൽ എടുക്കപ്പെടാൻ പറ്റും. ഇല്ലെങ്കിൽ ഒരെണ്ണം പോകില്ല എന്ന് തന്നെ പറഞ്ഞു. അപ്പോൾ നമ്മളിവിടെ പറയുന്നത് യെശയ്യാ പ്രവാചകനിൽ പറഞ്ഞു, മലാഖിയിൽ പറഞ്ഞു, മലാഖി 4:5-6 പറഞ്ഞതിനെ അറ്റസ്റ്റ് ചെയ്യുകയാണ് സുവിശേഷങ്ങളിൽ. അപ്പൊ മരുഭൂമി വിളിച്ചു പറയുന്നവൻ ഇവൻ തന്നെ എന്ന് പറഞ്ഞു. നോക്കൂ, അവർ തങ്ങളുടെ പാപങ്ങളെ ഏറ്റു പറഞ്ഞുകൊണ്ട് യോർദാൻ നദിയിൽ സ്നാനമേറ്റു. അപ്പോൾ നമ്മൾ തെറ്റായ വിശ്വാസത്തിലാണ് നിൽക്കുന്നത്. പുതിയൊരു വിശ്വാസം, പുതിയ വിശ്വാസമല്ല, ബൈബിളിലുള്ള മറഞ്ഞു കിടന്ന വിശ്വാസത്തിലേക്ക് ചൂണ്ടിക്കാണിച്ചു തരുമ്പോൾ നമ്മൾ തെറ്റിലാണെങ്കിൽ നമ്മളാണ് പശ്ചാത്തപിക്കാൻ, മാനസാന്തരപ്പെടാൻ പിന്നെ എന്ത് ചെയ്യണം? സ്നാനപ്പെടണം. അന്ന് അവർക്ക് സ്നാനം എന്ന് പറയുന്നത്, തങ്ങളുടെ പാപങ്ങളെ ഏറ്റു പറഞ്ഞുകൊണ്ട് യോർദാൻ നദിയിൽ അവർ സ്നാനമേറ്റു. ഇതിന് വേറെ കുറച്ച് വചനം എടുത്തിട്ടിരുന്നു. ഇത് കേട്ടിട്ട് യോഹന്നാൻ അധികം പേരെ സ്നാനപ്പെടുത്തുന്നു കേട്ടിട്ട് കുറെ പരീശന്മാര്, ശാസ്ത്രിമാര്, ജ്ഞാനികൾ വന്നു. അവരോട് ചോദിക്കുകയാണ്, സർപ്പസന്തതികളെ, നിങ്ങൾ ആര് ഉപദേശിച്ചിട്ടാ സ്നാനപ്പെടാൻ വന്നതെന്ന്. യോഹന്നാൻ സ്നാപകം വന്നത് അതിന്റെ മെയിൻ കണ്ടന്റ് മനസ്സിലാക്കണം. മനസ്സിലായോ എന്താണെന്ന്? എന്തുകൊണ്ടാണ് അങ്ങനെ വിളിച്ചത്? കേട്ടില്ല? അല്ല, സർപ്പം എന്ന് വിളിച്ചതല്ലേ, പറഞ്ഞുതരാം. യഹോവ വരുന്നത് തന്റെ ജനത്തിന് വേണ്ടിയിട്ടാ. ഏലിയാവിനെ അയച്ചതും തന്റെ ജനം തെറ്റി നിൽക്കുന്നെങ്കിൽ അവരെ യഥാസ്ഥാനത്താക്കാനാ, അല്ലാതുള്ളവർക്ക് വേണ്ടി അല്ല. എന്നാൽ ഇത് ശരിയാണെന്ന് ഇന്നും നമ്മുടെ എന്റെ മെസ്സേജിലും ബൈബിൾ യോഹന്നാൻ സുവിശേഷം 8-47 വായിച്ചു നോക്കുക. ഞാൻ പറഞ്ഞത് ശരിയാണോ എന്ന്. യേശു പറയാണ്, ദൈവസന്തതിയായവൻ ദൈവവചനം കേൾക്കുന്നു. നിങ്ങൾ ദൈവസന്തതി അല്ലായകയാൽ കേൾക്കുന്നില്ല. അപ്പൊ കേൾക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ? യേശു പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു എന്നല്ല. യോഹന്നാൻ 8:47 യഥാർത്ഥത്തിൽ എന്താണ് ഈ പറയുന്നത് എന്ന് ഹൃദയം കൊണ്ട് വ്യക്തമായി ഗ്രഹിച്ച് ആ വിശ്വാസത്തിന്റെ പ്രവൃത്തിയും ആ വിശ്വാസത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട ഒരു ജീവിതവും ഉള്ളവരല്ലാത്ത സകലവരും ദൈവസന്തതി അല്ല. പിന്നെ ഏത് സന്തതി? സർപ്പസന്തതി. പ്രത്യേകിച്ച് അവരാരാ? ജ്ഞാനികൾ, പരീശന്മാർ, ശാസ്ത്രിമാർ, ദൈവത്തോട് ക്രുദ്ധിക്കുന്നവരാ. അപ്പൊ അങ്ങനെ നിന്ന ജനം, ശരിയാണ്, യേശുക്രിസ്തു നമ്മൾ സ്നാനപ്പെട്ട സ്വർഗ്ഗത്ത് പോകാൻ പറ്റുമെന്ന് പറഞ്ഞുകൊണ്ട് ഓടി വന്ന് സ്നാനപ്പെടുന്നവരെയും ഇത് തന്നെയാണ് പറയേണ്ടത്. അപ്പൊ യോഹന്നാൻ അനേകം പേരെ സ്നാനം, മത്തായി സുവിശേഷം 3-ാമത്തെ അധ്യായം താഴോട്ട് വായിച്ചു നോക്കുക, 6 വായിച്ചു. ഞാൻ ഡിലേറ്റ് ചെയ്ത് പിന്നെ എടുത്ത് മാറ്റി. അപ്പൊ അങ്ങനെ കേട്ട് ബോധ്യമായിട്ട് വിശ്വസിച്ചൊന്നുമില്ല. കുറെ പേര് വരും സ്നാനപ്പെടാൻ. അവരെ വിളിക്കാണ്, സർപ്പസന്തതികളെ, നിങ്ങളോട് ആര് പറഞ്ഞിട്ടാ വരുന്നതെന്ന്. അവൻ വിശ്വസിച്ച് സ്നാനപ്പെടുന്നതല്ല. അങ്ങനെ വിശ്വസിച്ച് സ്നാനപ്പെടാതെ വന്നിരിക്കുന്നവരാണ് ഈ പ്രശ്നം മുഴുവൻ ഉണ്ടാക്കുന്നത്. 100% അവർ തന്നെയാണ് സഭയിൽ പ്രശ്നം ഉണ്ടാക്കുന്നതും പിരിഞ്ഞു പോണതും അടി ഉണ്ടാക്കുന്നതും വഴക്കുണ്ടാക്കുന്നതും. ശരിയാ, 100% ശരി എന്ന് പറഞ്ഞാൽ വചനത്തിലുണ്ടാവട്ടെ. യേശുവിന്റെ കൂടെ സ്നാനമേറ്റ് വന്നവർ ചോദിക്കണം, നോക്കി നോക്ക്. അവർ ചോദിക്കുകയാണ്, സ്നാനപ്പെട്ടവർ, നീ എന്ത് അധികാരം കൊണ്ട് ഇതൊക്കെ ചെയ്യുന്നു? ഈ സ്നാനമേറ്റ് ഞങ്ങൾ മാനസാന്തരപ്പെട്ട് സ്വർഗത്ത് വരുന്ന കർത്താവിനെ സ്വീകരിച്ചു കൊള്ളാം എന്ന് പറഞ്ഞ് വിശ്വസിച്ച സ്വർഗത്ത് പോകുന്ന നമ്മുടെ സഭയിൽ സ്നാനപ്പെട്ട് വന്നിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി പോയവരും വന്നവരും ഇരിക്കുന്നവരും ആരൊക്കെ ആണെങ്കിലും ഹൃദയം കൊണ്ട് താഴ്മ ധരിച്ച് ശരിയായത് ആമേൻ എന്ന് പറഞ്ഞു പോകുന്നവർ അല്ലാതെ എല്ലാം എതിർ ക്രിസ്തുക്കൾ തന്നെയാണ്. അവരാണ് ചോദിച്ചത്, നീ നിങ്ങൾ എന്ത് അധികാരം കൊണ്ട് ഇത് ചെയ്യുന്നു? യേശുവിന് അവരെ മനസ്സിലായി വ്യക്തമായിട്ട്, അതാ ചോദിച്ചത്. എന്നാൽ പിന്നെ നിങ്ങളുടെ സ്നാനം ഏതായിരുന്നു? അപ്പൊ സ്നാനം എന്ന് പറഞ്ഞാൽ എന്താണ്? മരണം, അടക്കം, പുനരുദ്ധാനം എന്ന് പറഞ്ഞാൽ പറ്റില്ല. ശരിയായ വചന കേൾവി, ശരിയായ വിശ്വാസം, ശരിയായ മാനസാന്തരം, ശരിയായ ഏറ്റുപറച്ചിൽ, അപ്പോഴാണ് മരണം. ശരിയായ മരണം, ശരിയായ അടക്കം, അത് കർത്താവ് യേശുക്രിസ്തു നാമത്തിൽ തന്നെ സ്നാനം, അടക്ക ശുശ്രൂഷ ചെയ്യണം. ശരിയായ ഉയർത്തെഴുന്നേൽപ്പ്, ശരിയായ ആത്മാവ്, ഇത്രയും പ്രാപിക്കുന്നവരാണ് ദൈവത്തിന്റെ സന്തതി. അപ്പൊ അങ്ങനെയുള്ളവരല്ലെന്ന് യേശുവിന് മനസ്സിലായിട്ടാ ചോദിച്ചത്, നിങ്ങളുടെ സ്നാനം ഏതായിരുന്നു? നിങ്ങൾ പിന്നെ എന്ത് കണ്ടിട്ടാ പഴയതെല്ലാം ഉപേക്ഷിച്ചിട്ട് പുതിയ വിശ്വാസത്തിൽ വരാന്ന് പറയുന്നത് സ്നാനപ്പെട്ടത് എന്നാണ് യേശു ചോദിച്ചത്. ഇത് അവർക്ക് മനസ്സിലായി. അപ്പൊ അവര് പറഞ്ഞു, ഏതായിരുന്നു നിങ്ങളുടെ സ്നാനം? സ്വർഗത്ത് നിന്നോ ഭൂമിയിൽ നിന്നോ? അപ്പൊ സ്വർഗത്തിൽ നിന്ന് എന്ന് പറഞ്ഞാൽ സ്വർഗത്ത് നിന്ന് വന്ന യേശുവിനെ സ്വീകരിക്കണം, പിന്നെ വിമർശിക്കാൻ പറ്റില്ല. ഭൂമിയിൽ നിന്ന് പറഞ്ഞാൽ സ്വർഗത്തിന് ഒരുവൻ വരാൻ പോകുന്നു ഈ പരീശന്മാർ പറഞ്ഞിട്ട് വേറെ കുറെ സ്നാനപ്പെട്ട ആൾക്കാർ അവരവിടെ ഉണ്ട്. അപ്പൊ ഇവർ ഉപദ്രവിക്കും. അപ്പൊ ഇവരുടെ ഉപദ്രവവും വേണ്ട,
സ്വർഗത്തിൽ എന്ന് പറഞ്ഞാൽ യേശുവിനെ സ്വീകരിക്കാൻ വേണ്ട, രണ്ടിനാൽ ഞരങ്ങി. യേശു ഉത്തരം പറഞ്ഞില്ല. അതേ അവസ്ഥയിലാണ് ഇവിടെ. കറക്റ്റ് മാനസാന്തരവും വിശ്വാസ സ്നാനം സ്വീകരിച്ച ഇവിടെ പടം കണ്ടാലും എന്ത് കണ്ടാലും ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് ചിലർ ചോദിക്കും, ഇതൊക്കെ എന്താണ് വെച്ചിരിക്കുന്നതാണ്, ഇതെല്ലാം നമ്മൾ പഠിപ്പിക്കാൻ വെച്ചിരിക്കുന്നതാണ്, ഇതിനൊന്ന് തൊഴാനും വിഗ്രഹം ആരാധിക്കാൻ നമ്മൾ പറയുന്നില്ല, ഇതെല്ലാം പഠിപ്പിക്കാനുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇതെല്ലാം പഠിപ്പിക്കുമ്പോഴും സഭയുടെ ഉപദേശങ്ങൾ വരുമ്പോഴും ശരിയായ മരണം സംഭവിച്ച് ശരിയായ ആത്മാവ് പ്രാപിച്ചാൽ ആ ആത്മാവ് അടക്കി വെക്കും. അവനെ ഒന്ന് എടുത്ത് ചാടണം, തെറ്റാണ് ചോദിക്കാൻ തോന്നും, കർത്താവ് അടക്കി കൊണ്ടുപോകും. എന്താ? ആ പരിശുദ്ധാത്മാവ് സകല സത്യത്തിലും വഴി നടത്തുന്ന ആ പരിശുദ്ധാത്മാവ് പറയാം, നമ്മൾ എടുത്ത് ചാടും. ഇതൊക്കെ നമ്മൾ പിടിച്ച് കയ്യിൽ പിടിച്ച് വയ്ക്കുമ്പോൾ അവിടെ ഇരിക്കുന്നല്ല, ഹൃദയത്തിൽ തന്നെ ചില നിരൂപണങ്ങൾ, സഭ തെറ്റ്, സ്നാനം തെറ്റ് എന്നൊക്കെ പറയുമ്പോൾ കർത്താവ് ഹൃദയത്തിൽ ഇടപെടും. ഒരുപക്ഷെ നമ്മൾ വീട്ടിൽ നിന്ന് ബൈബിൾ വായിക്കുമ്പോൾ തന്നെ ശരിയായ വചനം നമുക്ക് ബോധ്യപ്പെടും, അല്ലെങ്കിൽ ആരെങ്കിലും സംസാരിക്കും, അതെല്ലാം അടക്കി വെക്കുന്നതാ. നമ്മൾ അതിന് മുകളിൽ പോയാൽ എന്നാ പിന്നെ പോട്ടെ എന്ന് പറയും, ഒരു പരിധി വരെ. പിന്നെ പിടിച്ചാൽ കിട്ടിയത് എന്തൊക്കെ പറഞ്ഞാൽ അവർ തിരിച്ചു വരെയില്ല. അപ്പോ ചിലർ സ്നാനപ്പെടാൻ വന്നപ്പോ സർപ്പസന്തതികളെ നിങ്ങൾ ആര് പറഞ്ഞിട്ടാ വായിച്ചാ? അത് 3:7 6 മുതൽ വായിച്ചു നോക്ക്. ഒരാളൊന്ന് ഉറക്കെ വായിക്കും. മത്തായി സുവിശേഷം 3-ാമത്തെ അധ്യായം 4. ഞാൻ വായിക്കാം. ഉറക്കെ വായിക്കാൻ പറഞ്ഞാൽ ഇവിടെ കിട്ടണ്ടേ സിസ്റ്റർ, ഒന്ന് ഉറക്കെ വായിക്കണ്ടേ. 3:3 മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ വാക്കാവിത്. മത്തായി 3:3 കർത്താവിന്റെ വഴിയൊരുക്കി അവന്റെ പാത നിരപ്പാക്കുവിൻ എന്നിങ്ങനെ യശയാപ്രവാചകൻ പറഞ്ഞവൻ ഇവൻ തന്നെ. യോഹന്നാന് ഒട്ടകരോമം കൊണ്ടുള്ള ഉടുപ്പും അരയിൽ തോൽവാറും ഉണ്ടായിരുന്നു. അവൻ ആഹാരമോ വെട്ടുക്കിളിയും കാട്ടു തന്നെയായിരുന്നു. അന്ന് യെരുശലേമ്യരും യഹൂദ്യ ദേശക്കാരൊക്കെയും യോർദാന്റെ ഇരുകരയിലുമുള്ളവരെല്ലാം നാട്ടുകാരും പുറപ്പെട്ട് അവന്റെ അടുക്കൽ ചെന്നു. തങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞുകൊണ്ട് യോർദാൻ നദിയിൽ അവനാൽ സ്നാനമേറ്റു. ശ്രദ്ധിക്കുക, തന്റെ സ്നാനത്തിനായി പരീശന്മാരും പ്രത്യേകം എടുത്തു പറയാണ്. നേരത്തെ നദിക്കരയിലും അവിടെ ഇവിടെ ഉള്ളവരെന്ന് പറഞ്ഞു, ഇവിടെ ആരെന്ന് പറയാണ്. പരീശന്മാരും സദൂക്യരും പലർ വരുന്നത് കണ്ടാറെ അവൻ അവരോട് പറഞ്ഞത്, സർപ്പസന്തതികളെ, വരുവാനുള്ള കോപത്തെ ഒഴിഞ്ഞു ഓടിപ്പോകുവാൻ നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നത് ആരാണ്? പരീശന്മാരും സദൂക്യരും. അതായത് വേദഗ്രന്ഥത്തെ തലനാരിഴ കീറി ബുദ്ധിയിൽ പഠിച്ചിരുന്നവർ. ഇന്നും ബൈബിൾ കോളേജ് വഴിയായി ബുദ്ധിയിൽ പഠിക്കുന്നവരെല്ലാം സർപ്പസന്തതികൾ തന്നെയാണ്. ദൈവവചനത്തിന് കീഴ്പ്പെട്ടിട്ടില്ല. യോഹന്നാൻ 8:47 വായിക്കും. ഞാൻ പറയുന്നതാണോ നോക്കണ്ടേ? യോഹന്നാൻ 8:47 ഞാൻ വായിക്കാം സിസ്റ്റർ. യേശു പറയണേ, ദൈവസന്തതിയായവൻ ദൈവവചനം കേൾക്കുന്നു, നിങ്ങൾ ദൈവസന്തതി അല്ലായക കൊണ്ട് കേൾക്കുന്നില്ല. അപ്പോൾ സ്നാനം കർത്താവായ യേശുക്രിസ്തു എന്ന നാമത്തിൽ വേണമെന്ന് 1-ാമത്തെ എഫെസസ് സഭയിൽ പറഞ്ഞത് ആരാണ്? നമ്മളും ഈ ലോകക്കാരും പ്രത്യാശ വച്ചിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തു തന്നെയാണ്. അന്ന് ശരീരത്തിൽ വന്നു, ശരീരത്തിൽ വരുന്നതിന് മുമ്പ് ആത്മാവായി നിന്നു, ശരീരവുമായി മുകളിൽ പോയിട്ട് അതേ ആത്മാവ് തന്നെ പത്രോസിലൂടെ വന്ന് പറയുകയാണ്, കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ സ്നാനമേൽപ്പിൻ. ദൈവസന്തതിയായവൻ കേൾക്കുമെന്ന് പറഞ്ഞാൽ ദൈവസന്തതി അല്ലാത്ത പിന്നെ ഒരു സന്തതി ഇവിടെ ഉള്ളൂ, ഒന്നുകിൽ ജാലസന്തതി അല്ലെങ്കിൽ സർപ്പസന്തതി. ഇവരാരും കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ സ്നാനപ്പെടുന്നത്. നമ്മുടെ എത്ര വേണ്ടപ്പെട്ടവരെന്ന് പറഞ്ഞാലും ബൈബിൾ അങ്ങനെ തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഈ പരീശന്മാരും ശാസ്ത്രിമാരും സദൂക്യരൊക്കെ ഇവിടെ ഓടി വന്നപ്പോ സ്വർഗരാജ്യം പ്രാപിക്കാമെന്ന് വെച്ചും പാപയേറ്റ് പറഞ്ഞ് ഉപേക്ഷിക്കാമെന്ന് പറഞ്ഞ് വന്നപ്പോഴും ശരിയായ മാനസാന്തരപ്പെട്ടിട്ടല്ല എന്ന് യോഹന്നാൻ സ്നാപകന്റെ ഉള്ളിൽ നിന്ന് ആത്മാവ് വെളിപ്പെടുത്തി കൊടുത്തു. അതുകൊണ്ടാണ് സർപ്പസന്തതികളെ നിങ്ങൾ ആര് ഉപദേശിച്ചാ വന്നതെന്ന് നോക്കൂ. അപ്പോ നമുക്കൊണ്ട് മനസ്സിലായി, യഹോവയുടെ 1-ാമത്തെ വരവ്, 2 വരവുണ്ട്. 1-ാമത്തെ വരവ് ക്രൂശിലെ യാഗത്തിന് വേണ്ടി വന്നു. ആ യാഗത്തിന് വരുന്നതിന് മുമ്പ് തെറ്റി നിന്ന ദൈവജനത്തെ മാത്രം, അങ്ങനെയുള്ളവരെ വരാൻ പറ്റുള്ളൂ. ബൈബിൾ അങ്ങനെ പറയുന്നത്. ദൈവജനത്തെ യഥാസ്ഥാനപ്പെടുത്തുന്നതിന് വേണ്ടി യോഹന്നാൻ സ്നാപകന്റെ ഉള്ളിൽ ഏലിയാ പ്രവാചകന്റെ ആത്മാവുമായി വന്നു. ലൂക്കോസ് സുവിശേഷം 1-ാമത്തെ അധ്യായം 15 വായിച്ച് അവിടെ കിട്ടും. അവൻ ഏലിയാവിന്റെ ആത്മാവും ശക്തിയോടുകൂടി മുമ്പേ വഴി നടക്കുമെന്ന് പറയുന്നുണ്ട്, യഹോവയ്ക്ക് മുമ്പേ. അപ്പോ യോഹന്നാൻ സ്നാപകൻ വന്നിട്ട് ആരെ ചൂണ്ടിക്കാണിച്ചു?
എനിക്ക് പിന്നാലെ ഒരുവൻ വരുന്നുണ്ട്, അവന്റെ ചെരുപ്പിന്റെ വാറഴിപ്പാൻ ഞാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് ബൈബിൾ വെച്ചിരിക്കുന്നത്. ബൈബിൾ മർമ്മമായും ഗൂഢമായും ഉപമയായും സാദൃശ്യമായാണ് എഴുതിയിരിക്കുന്നു പറഞ്ഞാൽ അവരോട് ഇല്ല, എല്ലാം വ്യക്തമായിട്ടുണ്ട്. അവന്റെ ചെരുപ്പിന്റെ വാറഴിപ്പാൻ ഞാൻ യോഗ്യനെന്ന് വെച്ചാൽ ചെരുപ്പ് എന്ന് പറയുന്ന മോശയോട് പറഞ്ഞ, മോശെ പർവ്വതത്തിലേക്ക് പോകാൻ പറഞ്ഞപ്പോ നിന്റെ കാലിന്റെ ചെരുപ്പ് ഊരിക്കളക എന്ന് പറഞ്ഞാൽ അവന്റെ ചെരുപ്പ് അവിടെ ഊരിക്കളഞ്ഞിട്ട് മുള്ളും ചവിട്ടിക്കൊണ്ട് പോകാനല്ല. ചെരുപ്പ് എന്ന് അവിടെ പറയുന്നത് പാപം മോചിക്കാതെ ഒരു വ്യക്തിക്കും ദൈവസന്നിധിയിൽ വരാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഇവിടെയും ചെരുപ്പ് ഊരാൻ പറഞ്ഞത്. ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങൾ വിശുദ്ധരാകുവിൻ. ആ ചെരുപ്പ് ഊരാൻ പറയുന്നതാണ് അപ്പോസ്തലർ 2:38. യേശു ക്രിസ്തു നാമത്തിൽ പാപമോചന സ്നാനമേൽപ്പിൻ. പാപം മോചിക്കുക, ചെരുപ്പ് ഊരിക്കളയുക. ഇവിടെ യോഹന്നാൻ പറഞ്ഞ ചെരുപ്പ് അഴിക്കാണെന്നല്ല, ചെരുപ്പിന്റെ വാർ. ചെരുപ്പ് പാപം എങ്കിൽ അത് നമ്മെ കാലിനോട്, പാദം ശരീരം നമ്മോട് ചേർത്ത് പിടിപ്പിക്കുന്ന വാറാണ് അതിന്റെ ചെരുപ്പിന്റെ വാർ. അങ്ങനെ യേശുവിൽ ഒരു അംശം പോലും പാപമില്ല. പാപം താങ്ങി നിർത്തുന്ന അല്ലെങ്കിൽ അവന്റെ ഭാഗത്ത് ഒട്ടി നിൽക്കുന്ന തരത്തിൽ അവനിൽ ലേശവും പാപമില്ല. അവന്റെ ചെരുപ്പിന്റെ വാറഴിപ്പാൻ ഞാൻ യോഗ്യനല്ലെന്ന് പറഞ്ഞാൽ ഈ വരുന്നവൻ സൃഷ്ടികർത്താവാണെന്ന് യോഹന്നാന് വ്യക്തമായിട്ട് അറിയാം. അവൻ യഹോവയാണ്, അവൻ എനിക്ക് മുൻപേ ഉള്ളവനാണ്. വീശുമുറം അവന്റെ കയ്യിലുണ്ട്. അവൻ കളത്തെ മുറ്റും വെടിപ്പാക്കി ഗോതമ്പിനെ കളപ്പുരയിലേക്കും കളകളെ തീക്കായി കൂട്ടിക്കെട്ടും. അതായത് യേശുക്രിസ്തു യഹോവയായ ദൈവം വരുന്നതിന് മുമ്പ് വീശുമുറം അവന്റെ കയ്യിൽ വെച്ചാ എന്നെ സ്നാനപ്പെടുത്താൻ അയച്ചു. പക്ഷെ നിങ്ങൾ ഈ വന്നിരിക്കുന്നതിൽ ശരിയായ മാനസാന്തരവും വിശ്വാസവും ആരാണ് എന്ന് വീശുമുറം കൊണ്ട് പതിരിനെയും കതിരിനെയും വേർപെടുത്തുവാൻ നിരൂപണത്തിൽ ഹൃദയവിചാരത്തോടു കൂടി കർത്താവിന് കഴിയും. അപ്പോൾ തന്നെ കളയും ഗോതമ്പും വേർപെടും. അവന് വഴിയൊരുക്കുവാനാണ് ഞാൻ വന്നത്. ആർക്ക്? കർത്താവിന് വഴിയൊരുക്കുവിൻ. യഹോവയായ കർത്താവ്, ദൈവമായ കർത്താവ് തന്നെയാണ്. മക്കൾ ജഡരക്തങ്ങളോട് കൂടി ആയതുകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയായി വന്നത് അതേ സൃഷ്ടികർത്താവ്. പിശാച് ബൈബിൾ കോളേജ് വഴിയായി ഇത് രണ്ടെന്ന് പഠിപ്പിച്ചിരിക്കുന്നു. അവർക്കുള്ള വചനമുണ്ട്. പിതാവ് അയച്ചിട്ട് വന്നവൻ, ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ പരിശുദ്ധാത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ അയക്കും. ഇങ്ങനെയൊക്കെ എഴുതിയിരിക്കുന്നു. അവർക്ക് വേണ്ടി എഴുതിയിരിക്കുന്ന, നമുക്ക് വേണ്ടി എഴുതിയിരിക്കുന്നു, ഞാൻ പോയി മടങ്ങി വന്ന എല്ലാ നാളും നിങ്ങളോട് ഇരിക്കും, ഞാനും പിതാവും ഒന്നാകുന്നു. അപ്പോൾ ഈ കാലത്തും നമ്മളിപ്പോൾ അറിയിച്ചു കൊണ്ടിരിക്കുന്നത് ഇതിനെ തുടർന്ന് ഒന്നിട്ട് കാര്യങ്ങളുണ്ട്, നോക്കാൻ സമയം എടുക്കാം. അപ്പോൾ യഹോവയാണ് വന്നതെന്നും യഹോവയ്ക്ക് വഴിയൊരുക്കാൻ വന്നത് യോഹന്നാൻ സ്നാപകനാണെന്നുള്ള വാക്യം നമുക്കിവിടെ മനസ്സിലായി. ഇനി യേശുവിന്റെ തുടർന്ന് അടുത്ത ദിവസം നമുക്ക് എടുക്കാം. മത്തായി 17:9 യേശു മറുരൂപമലയിൽ പോയിട്ട് ഇറങ്ങി വരുന്ന സമയത്ത് ശിഷ്യന്മാരോട് ചില കാര്യം പറയാണ്. അവൻ മലയിൽ നിന്ന് ഇറങ്ങുമ്പോൾ യേശു അവരോട്, മനുഷ്യപുത്രൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കും വരെ ഈ ദർശനം ആരോടും പറയരുതെന്ന് കൽപ്പിച്ചു. അതായത് മറുരൂപമലയിൽ കണ്ട ആ ദർശനം അവൻ ആരാണെന്ന് തനി സ്വഭാവം കാണിച്ചു, ദൈവം തന്നെയാണ് എന്ന് അതവിടെ കാണിച്ചു. ഈ കാര്യം യേശുക്രിസ്തു ഉയർത്തെഴുന്നേൽക്കുന്നത് വരെ ആരോടും പറയരുതെന്ന. അപ്പോൾ അവരുടെ ഒരു ചോദ്യമാണ്, അതായത് ഇന്ന് അന്ത്യനാളിൽ ഒരു പ്രവാചകൻ വരേണ്ടതുണ്ട് എന്നതിന്റെ ആവശ്യകത ബൈബിൾ തന്നെ പറയുന്നു. പക്ഷെ പറഞ്ഞിരിക്കുന്നതെല്ലാം മർമ്മമായും ഗൂഢമായും സാദൃശ്യമായും പരിശുദ്ധാത്മാവിന് വേണ്ടി എന്ന് പറയുന്നുണ്ട്. പരിശുദ്ധാത്മാവ് ഇല്ലാത്ത വ്യക്തിക്ക് ഗ്രഹിക്കില്ല. കുറച്ചുകൂടെ പറഞ്ഞാൽ മുൻകുറിക്കപ്പെടാത്ത ആർക്കും ഇത് ഗ്രഹിക്കില്ല. ഇവിടെ വ്യക്തമായി പറയാണ് ശിഷ്യന്മാർ അവനോട്, എന്നാൽ ഏലിയാവ് മുമ്പേ വരേണ്ടതെന്ന് ശാസ്ത്രിമാർ പറയുന്നത് എന്തെന്ന് ചോദിച്ചു. അപ്പം മശിക യഹോവ രക്ഷകൻ വന്നാൽ അവൻ ക്രൂശിലെ യാഗമാകുമെന്നും വലിയ വരവാണെന്നും, അതായത് മനുഷ്യപുത്രൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കും വരെ, ക്രൂശിലെ മരണം അതാണ് ഒന്നാമത്തെ വരവ്. വലിയ വരവ് എന്നുള്ള പീഡ, ക്രൂശിലെ വലിയ വരവ്. അപ്പൊ ഒരു വരവിന് മുമ്പ് ഏലിയാവ് വരുമെന്ന് ശാസ്ത്രിമാർ പറയുന്നത് എന്ത്? അപ്പൊ ഈ ശാസ്ത്രിമാർ, യേശു വരുന്നതിന് മുമ്പുള്ള ശാസ്ത്രിമാർ, ഇന്നത്തെ ബൈബിൾ കോളേജിലെ പണ്ഡിതന്മാരെ പോലെ ബൈബിൾ കോളേജ് വഴിയായി പഠിപ്പിച്ചിരുന്ന കാര്യം ഇവർ അറിഞ്ഞിട്ട് ചോദിക്കുകയാണ്, ഇങ്ങനെ മനുഷ്യപുത്രൻ ക്രൂശിൽ യാഗമായി ഉയർത്തെഴുന്നേൽക്കുന്നതിന് മുമ്പ് ഏലിയ പ്രവാചകൻ വരുമെന്ന് പറയുന്നത് എന്ത്? ഇത് ആരാണ് പറയുന്നത്? ഈ ഏലിയ പ്രവാചകൻ വന്നു പറഞ്ഞ് കേട്ട് വിശ്വസിച്ച് പുറത്തേക്ക് വന്ന് യേശുവിന്റെ കൂടെ കൂടിയ ജനമാണ് പറയുന്നത് അവൻ എവിടെയെന്ന്.
അതായത് ഇന്ന് വില്യം മാരിയൻ ബ്രൻഹാമിലൂടെ ദൈവം വിളിച്ചു പറഞ്ഞത് കേട്ടിട്ടാണ് ഞാൻ ഇവിടെ വന്നത്. ഒരു കർത്താവേ ഉള്ളൂ, ഒരു പരിശുദ്ധ, എല്ലാം ഒന്ന് തന്നെ എന്ന് പറഞ്ഞിട്ട് ഇതിനകത്ത് വന്ന് പറയാണ് തൃത്വല്ലേ ശരി, ഈ സ്നാനം ശരിയാണോ? ഇങ്ങനെ വില്യം ബ്രൻഹാം എന്ന പേര് ബൈബിളിൽ ഇല്ലല്ലോ, അത് നിങ്ങൾ പറയുന്ന തെറ്റല്ലേ എന്നൊക്കെ ഈ ചർച്ചിനകത്തിരിക്കുന്ന ഒരാൾ പറയുകയാണെങ്കിൽ നിങ്ങൾ പിന്നെ എന്ത് കാണാൻ വന്നത്? മാർദ്ദവ വസ്ത്രം ധരിച്ച മനുഷ്യനെ കാണാൻ പോയതോ? അതുപോലെ ചോദിക്കുള്ളൂ. അപ്പൊ യോഹന്നാൻ സ്നാപകൻ അതിന്റെ പ്രാധാന്യം മനസ്സിലായോ? പിതാവ് ആകർഷിച്ച് പുത്രന്റെ അടുക്കിലേക്ക് വന്നു എന്ന് വിശ്വസിക്കുന്ന ശിഷ്യന്മാർക്ക് പോലും ഈ വന്ന ഏലിയാവ് വിളിച്ചു ചേർത്ത് ഏലിയാവ് യോഹന്നാൻ സ്നാപകൻ കൊല്ലപ്പെട്ട് പോവുകയും ചെയ്തു. എന്നിട്ടും ഇവർക്ക് മനസ്സിലായില്ല അത് ആരാണെന്നും. ഇന്നും വില്യം ബ്രൻഹാം ആരാണെന്നും ആ മനുഷ്യനിലൂടെ സംസാരിച്ചത് ആരാണെന്നും ഈ സന്ദേശം എന്തെന്നും ഇതിന്റെ നമുക്കെല്ലാം അറിയാം. പക്ഷെ അറിഞ്ഞോ ഇല്ലയോ എന്ന് ദൈവം കണക്കിടുന്നത് എങ്ങനെയാണ്? മണവാളനും മണവാട്ടിയും ഒന്ന് തന്നെ പറയുന്നു. ബ്രദർ വരുന്നതിന് കൂടെ പറഞ്ഞതാ, പ്രാർത്ഥിച്ചതാണ്. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം പറയുന്നു മണവാളനും മണവാട്ടിയും ഒന്ന് തന്നെ പറയുന്നു. ഇന്ന് നമ്മൾ പ്രത്യാശ വെച്ചിരിക്കുന്ന മണവാളനാണ് ഈ വില്യം മാരിയൻ ബ്രൻഹാമിലൂടെ സംസാരിച്ച കർത്താവ്. ആ കർത്താവ് ഈ സഭയിലുള്ള വിശ്വാസം ഇങ്ങനെ ആയിരിക്കണം, സഭാരാധന ലക്ഷ്യമാക്കരുത്, തിരുവത്താഴത്തിന് കൂടിയിരിക്കണം, എല്ലാ കാര്യങ്ങളും വിശ്വാസം, ആരാധന, പ്രവൃത്തി, സ്നാനം, എല്ലാ കാര്യങ്ങളും പറഞ്ഞിരിക്കെ നമ്മളത് കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ ആ മണവാളൻ പറഞ്ഞതല്ല മണവാട്ടി പറയുന്നത്. അങ്ങനെ പറയാത്തത് കൊണ്ടും അങ്ങനെ ഒരു ജീവിതം ഇല്ലാത്തത് കൊണ്ടും അത് ആരല്ലെന്ന് കാണിക്കുന്നു, മണവാട്ടി അല്ല. മണവാട്ടി അങ്ങനെ ചെയ്യില്ല. മണവാളനും മണവാട്ടിയും ഒന്ന് തന്നെ പറയുന്നു വെച്ചാൽ മണവാളൻ പറഞ്ഞത് എന്റെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുള്ള കാര്യമാണെങ്കിലും ഞാൻ ആമേൻ പറയാൻ പോരാ, എന്നിലുള്ള ജീവിതമാണ് ഫലം. അങ്ങനെ ഉണ്ടെങ്കിൽ മണവാളനും മണവാട്ടിയും അത് വളരെ ചെറിയ കൂട്ടരായിരിക്കും. ആരോടും പറയേണ്ട ആവശ്യമില്ല. ഞാൻ അതാണ് ഇതാണ് ശരിയാണ്, ഇത്രയും കാലമായി വന്നിട്ട് ഞാൻ ഇത്രയും നിന്നില്ലേ, എന്റെ പ്രായം, അത് ഒന്നും പറയണ്ട. ജീവിതം കൊണ്ട് ദൈവം മനസ്സിലാക്കും മണവാളൻ ഏത്, മണവാളൻ മണവാട്ടി ഏത് എന്ന്. അപ്പോ ഇവിടെയും ഏലിയാവിന്റെ ആത്മാവുമായി വന്നു ചേർന്ന ആ ശിഷ്യന്മാർ ചോദിക്കുകയാണ്, ഏലിയാവ് മുമ്പേ വരേണ്ടതെന്ന് ശാസ്ത്രന്മാർ പറയുന്നത് എന്ത് എന്ന് ചോദിച്ചു. അതിന് യേശുവിന്റെ മറുപടി, ഇത് പ്രവചനമാണ്. 17:11. അതിന് അവൻ, ഏലിയാവ് വന്ന് സകലവും യഥാസ്ഥാനത്താക്കും, ഫ്യൂച്ചർ ടെൻസ് ആക്കും. യേശു ഈ സംസാരിക്കുന്ന സമയത്ത് ഏലിയാവിന്റെ ആത്മാവുമായി യോഹന്നാൻ സ്നാപകൻ വന്ന് ഇവരെ യഥാസ്ഥാനത്താക്കി യഹോവയുടെ പക്ഷത്തായി, യേശുക്രിസ്തുവിന്റെ പക്ഷത്തായി നിന്ന് യോഹന്നാൻ ഏലിയാവിന്റെ ആത്മാവുമായി വന്നവൻ കൊല്ലപ്പെട്ട് പോയ ശേഷവും പറയുന്നു അവൻ വന്ന് സകലവും യഥാസ്ഥാനത്ത് ആക്കും. നോക്കൂ, അവൻ യഥാസ്ഥാനത്താക്കി പോയി കഴിഞ്ഞ ശേഷവും പറയുന്നു ആക്കും. ഇതാണ് രണ്ടാമത്തെ ഭാഗത്ത് സംഭവിക്കേണ്ടത്. അപ്പോൾ യഥാസ്ഥാനത്ത് ആക്കണമെങ്കിൽ ഒരു മനുഷ്യനിലൂടെ ദൈവം വീണ്ടും സംസാരിക്കും. അതാണ് പ്രവാചകൻ. ആ ദൈവം ഉപയോഗിക്കുന്ന വ്യക്തിയെയാണ് പ്രവാചകൻ എന്ന് പറയുന്നത്. ആ വായിലൂടെ ദൈവം സംസാരിക്കും. അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം ഇനി താഴോട്ടുണ്ട്, നമുക്ക് അടുത്ത തുടർന്ന് പഠിപ്പിക്കാം. ഇങ്ങനെയെല്ലാം നിറവേറപ്പെടുമ്പോൾ ചില അടയാളങ്ങളും കൂടെ പറഞ്ഞിരുന്നു. അങ്ങനെ അടയാളങ്ങളോട് കൂടി വന്ന ഒരു വ്യക്തിയാണ് ഈ വില്യം മാരിയൻ ബ്രൻഹാം എന്ന ബോഡിയെ ദൈവം ഉപയോഗിച്ചത്. ഓക്കെ, നോക്കൂ, അവൻ വന്ന് സകലവും യഥാസ്ഥാനത്താക്കും. സത്യം തുറന്നു പറയണേ. എന്നാൽ ഏലിയാവ് വന്നു കഴിഞ്ഞു എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഓക്കെ, ഇതേത്? യോഹന്നാൻ സ്നാപകനെ കുറിച്ച്. എങ്കിലും അവർ അവനെ അറിഞ്ഞുകൊള്ളാതെ തങ്ങൾക്ക് തോന്നിയതെല്ലാം അവനോട് ചെയ്തു. യോഹന്നാൻ സ്നാപകനെ കൊന്നവനും തള്ളിക്കളഞ്ഞവനുമാണ്. ഔവണ്ണം, വീണ്ടും പറയണം, ഔവണ്ണം തള്ളിക്കളഞ്ഞു എന്ന് പറയണം. ഔവണ്ണം മനുഷ്യപുത്രനും അവരാൽ കഷ്ടപ്പെടുവാനുണ്ടെന്ന് ഉത്തരം പറഞ്ഞു. മനുഷ്യപുത്രന്റെ വാക്കിന്റെ അർത്ഥം എന്താ? പ്രവാചകൻ. കഷ്ടപ്പെടുവാനുണ്ട് ഉത്തരമാണ്. അവൻ യോഹന്നാൻ സ്നാപകനെ കുറിച്ച് തങ്ങളോട് പറഞ്ഞു എന്ന് ഗ്രഹിച്ചു. കേട്ടോ, ഔവണ്ണം മനുഷ്യപുത്രനും അവരാൽ കഷ്ടപ്പെടുവാനുണ്ട്, ഇനി സംഭവിക്കാൻ പോകുന്ന കാര്യം. എന്നാൽ യോഹന്നാൻ സ്നാപകനെ കുറിച്ച് തങ്ങളോട് പറഞ്ഞുവെങ്കിൽ മനുഷ്യപുത്രൻ അവരെ കഷ്ടപ്പെട്ടു എന്നാണ് പറയേണ്ടത്. അപ്പൊ യോഹന്നാൻ സ്നാപകനെ കുറിച്ച് അല്ല ഇവിടെ പറയുന്നത്, വീണ്ടും ഒരു മനുഷ്യപുത്രനെ കുറിച്ച് അവിടെ പറയുകയാണ്, കഷ്ടപ്പെടുവാനുണ്ട്. ഓക്കെ, ഇവിടെ നമുക്ക് നിർത്താം. തുടർന്ന് ഇനിയുണ്ട്. യേശു പറഞ്ഞു തന്നെ ഒരു പ്രവാചകൻ വരേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ച് ഇനിയും പറയുന്ന വചനങ്ങൾ താഴോട്ട് പലതുകൊണ്ട്. അതുകൂടെ പഠിപ്പിക്കുമ്പോഴാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു
ഒരു പിക്ചറോടെ കാണിച്ചില്ലേ, കിഴക്ക് നിന്ന് പടിഞ്ഞാറ് വരെ. അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് അടുത്ത പ്രാവശ്യം എടുക്കാം. ഈ മത്തായി സുവിശേഷം 24-ാമത്തെ അധ്യായത്തിൽ അവർ ദേവാലയം, ഒരു 5 മിനിറ്റ് ഒരു കാലം. ഓക്കെ, മത്തായി സുവിശേഷം 24-ാമത്തെ അധ്യായം 1-ാമത്തേതില് യേശു ദേവാലയം വിട്ടു പോകുമ്പോൾ ശിഷ്യന്മാർ വന്ന് ദേവാലയത്തിന്റെ പണി കാണിക്കേണ്ടതിന് അവന്റെ അടുക്കൽ വന്നു. അവൻ അവരോട്, ഇതെല്ലാം കാണുന്നില്ലയോ? ഇടിഞ്ഞു പോകാതെ കല്ലിന്മേൽ കല്ല് ശേഷിക്കുന്ന കാലം കല്ല് ശേഷിക്കയില്ല എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. അവൻ ഒലിവുമലയിൽ ഇരിക്കുമ്പോൾ ശിഷ്യന്മാർ തനിച്ച് അവന്റെ അടുക്കൽ വന്നു. ഇത്തരത്തിലുള്ള ആ യെരുശലേം ദേവാലയത്തെ കാണിച്ചു കൊടുത്തപ്പോൾ യേശു പറയാണ്, ഇത് കല്ലിന്മേൽ കല്ല് ശേഷിക്കുക, അത് ഇടിഞ്ഞു പോകും. അത് കഴിഞ്ഞിട്ട് യേശു തനിയെ ഇരിക്കുമ്പോൾ അവർ വീണ്ടും ഒന്നിച്ചു കൂടെയാണ്. അതെന്ന് മുമ്പേ പറഞ്ഞ ശിഷ്യന്മാർ അറിയാൻ ആഗ്രഹമുള്ളവർ വീണ്ടും യേശുവിന്റെ അടുക്കൽ വന്നിട്ട് ചോദിക്കണം. അതാണ് ഞാൻ രാവിലെ വെച്ച കഴിഞ്ഞ ആഴ്ചത്തെ മെസ്സേജ് നിങ്ങൾ എത്ര പേർ ധ്യാനിച്ചു, വീണ്ടും അത് കേട്ടു, വചനവുമായി നിങ്ങൾ എത്ര പേർ അതിന് കർത്താവിനോട് ചേർന്നിരുന്നു? ഇതൊക്കെയാണ് നമ്മുടെ ധ്യാനം. മണവാട്ടി ചെയ്യുന്ന കാര്യമാണ്. നിങ്ങൾ ചെയ്തോ ചെയ്തില്ലെന്ന് നിങ്ങൾക്ക് അറിയാവും. അപ്പൊ മണവാട്ടിയാണോ? ദൈവം നോക്കുമ്പോൾ നിങ്ങൾ നോക്കും. ഇവിടെ ഭാര്യമാര് നിൽപ്പുണ്ട്, ഭർത്താക്കന്മാരുണ്ട്. നമ്മൾ ജീവിക്കുന്നത് നമ്മൾക്ക് വേണ്ടിയിട്ടാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പൊ സ്വർഗത്തിലെ കാര്യം, നിങ്ങളും മണവാളനും മണവാട്ടിയും നിങ്ങൾ ഒന്നായെങ്കിൽ നിങ്ങളുടെ ചിന്തയും വാക്കും ധ്യാനവും നിങ്ങൾ സമയം കിട്ടുമ്പോഴോ ഇല്ലെങ്കിൽ സമയം ഉണ്ടാക്കിയോ ഇത് തന്നെ നിങ്ങൾ ഇനി വീട്ടിൽ പോയി ഇത് എത്ര തവണ കേൾക്കും, എത്ര തവണ ധ്യാനിക്കുന്നു നിങ്ങൾ തന്നെ നോക്കുക. അതുപോലെ ശിഷ്യന്മാർ വന്ന് ഒരിക്കൽ പറഞ്ഞു, കേട്ടു, പോയി. അവർക്ക് വേണമെങ്കിൽ ഇങ്ങനെ പോകാം. പക്ഷെ അവരുടെ ആകാംക്ഷ നോക്ക്. അവൻ ഒലിവുമലയിൽ ഇരിക്കുമ്പോൾ ശിഷ്യന്മാർ തനിച്ച് അവന്റെ അടുക്കൽ വന്ന്. അത് എപ്പോൾ സംഭവിക്കും? ഒന്ന്, എന്താ? യെരുശലേം ദേവാലയം എപ്പോൾ കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ ഇടിയും. ലോകത്തിന്റെ അവസാനത്തിന് അടയാളം എന്ത്? അപ്പൊ ലോകാവസാനത്തിന് അടയാളം രണ്ടാമത്തെ കാര്യം. പിന്നെ നിന്റെ വരവ്. അപ്പൊ യെരുശലേം ദേവാലയം എപ്പോൾ ഇടിയും? ഒന്ന്. രണ്ട്, നിന്റെ വരവ്, നീ വീണ്ടും വരുമെന്ന് പറയുന്നല്ലോ, ആ വരവ് എപ്പോൾ? പിന്നെ ലോകത്തിന്റെ അവസാനം, അതിനുള്ള അടയാളം എന്ത്? ഈ 3 കാര്യങ്ങൾ പറഞ്ഞു. ഈ 3 കാര്യങ്ങൾ പറഞ്ഞപ്പോൾ കർത്താവ് ചില കാര്യങ്ങൾ ഓടിച്ചു പറയാണ്. കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും എഴുന്നേറ്റ് കഴിയുമെങ്കിൽ തന്റെ വൃതന്മാരെ തെറ്റിപ്പാനെ വലിയ അടയാളങ്ങൾ അത്ഭുതം കാണിക്കുന്ന. യേശു ക്രിസ്തു പോയ ശേഷം പരിശുദ്ധാത്മാവിനെ അയച്ചുകൊണ്ട് 1-ാമത്തെ എഫെസു സഭയിൽ ഒരു വിശ്വാസം, ഒരു സ്നാനം, ഒരു കർത്താവ്, ഒരു ആത്മാവ്, ഒരു ഉപദേശം പഠിപ്പിച്ചതിനെ ഇന്ന് കത്തോലിക്ക സഭ മുതൽ പെന്തക്കോസ്ത് വരെ ഈ സ്നാനം ചെയ്യാതിരിക്കുന്നവരാണ് കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും. ഇവളെ വിട്ട് ഓടുവിനെന്ന പിതാപുത്രൻ പരിശുദ്ധാത്മാവ് സ്നാനവും ശരി, ഇതും ശരി എന്ന് പറയുന്നെങ്കിൽ നമ്മൾ ജാരസന്തതിയാ, അല്ലെങ്കിൽ എന്ന് പറയാനായിട്ട് നാട്യ ക്രിസ്ത്യാനിയാ, വിശ്വാസിയല്ല. അപ്പോൾ തെറ്റായി പഠിപ്പിച്ചിരിക്കും എന്ന് യേശു പറഞ്ഞിട്ട് പോയി. അടുത്ത് കർത്താവിന്റെ വരവിന് മുമ്പ് യെരുശലേം ദേവാലയം ഇടിയുന്ന കാര്യം കർത്താവോട് പറഞ്ഞു. സൈന്യം വന്ന് പള്ളി വളയുമ്പോൾ ഓടി രക്ഷപ്പെട്ടുള്ളൂ. അപ്പൊ 1-ാമത്തിന്റെ ആയി. 2-ാമത്തത് കള്ളപ്രവാചകന്മാരെ കള്ളക്രിസ്തുക്കൾ എഴുന്നേറ്റ് വൃതന്മാരെ തെറ്റിക്കും. കത്തോലിക്ക മുതൽ പെന്തക്കോസ്തലുള്ളവരെ തെറ്റിച്ചോണ്ടിരിക്കുകയാണ് യേശുവിന്റെ വരവിന് മുമ്പ്, ലോകാവസാനത്തിന് മുമ്പ്. ഇനി അടുത്ത് ലോകാവസാനത്തിന് അടയാളം പറയാണ്. ഓർത്തുകൊള്ളുവിൻ, ഞാൻ മുമ്പേ കൂട്ടി നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു. ആകയാൽ നിങ്ങളോട് അതാ അവൻ മരുഭൂമിയിൽ എന്ന് പറഞ്ഞാൽ പുറപ്പെടരുത്, ഇതാ അറകളിൽ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കരുത്. എന്താണ്? അവിടെ മീറ്റിംഗ്, ഇവിടെ മീറ്റിംഗ്, അവിടെ വലിയ വീര്യപ്രവൃത്തി, അത്ഭുത അടയാളം, അവിടെ ക്രിസ്തുണ്ട്, ഇവിടെ അഭിഷിക്തന്മാരെന്ന് പറഞ്ഞാൽ പോകരുത്. അവരെല്ലാം നോക്കുമ്പോൾ അറിയാം യേശു ക്രിസ്തു നാമത്തിൽ സ്നാനപ്പെടാത്താണെങ്കിൽ തിരിഞ്ഞു പോലും നോക്കരുത്. സർപ്പസന്തതികളാണ്, എതിർ ക്രിസ്തുക്കളാണ്. അവരുടെ ഇടയിൽ ഇരുന്നപ്പോൾ നമ്മൾ ജാഗ്രതയോടെ അന്വേഷിച്ചു കൊണ്ടിരുന്നപ്പോൾ സന്ദേശം നമ്മുടെ അടുക്കിലേക്ക് വരികയും ആ സന്ദേശം അല്ലെങ്കിൽ വചനം എന്ന കർത്താവ് നമ്മെ അവിടെ പുറത്തേക്ക് എടുക്കുകയും ചെയ്തു. ഇനി യേശു പറഞ്ഞ ഒരു അടയാളമാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ച പിക്ചർ. അടുത്ത് മത്തായി 24-27. നിന്റെ ലോകത്തിന്റെ അവസാനത്തിന്റെ അടയാളം എന്ത് എന്ന് ചോദിച്ചാൽ പറയാണ്, മിന്നൽ കിഴക്ക് നിന്ന് പുറപ്പെട്ട് പടിഞ്ഞാറോളം വിളങ്ങും പോലെ മനുഷ്യപുത്രന്റെ വരവാകുന്നു. അപ്പൊ യേശു ക്രിസ്തു വരുന്നതിന് അവസാനത്തെ അടയാളം മിന്നൽ. മിന്നൽ എന്ന് വെച്ചാൽ എന്താ? കഴിഞ്ഞ പ്രാവശ്യത്തെ വാക്യം എന്തായിരുന്നു? ആദ്യം എടുത്തത് സെക്കരിയ 14:7. വെളിച്ചം. സന്ധ്യാസമയത്തോ വെളിച്ചം ഉണ്ടാകും. വെളിച്ചമാണ് മിന്നൽ, പ്രകാശം. ഇത് എവിടെ നിന്ന്? കിഴക്ക് നിന്ന് പുറപ്പെട്ട് പടിഞ്ഞാറോളം. കിഴക്ക് എവിടെ? ഉൽപ്പത്തി. ഉൽപ്പത്തി മുതൽ ലോകത്തിന്റെ അവസാനം വരെയും ഒറ്റ ദൈവം, ഒരു വെളിച്ചം. യഹോവ പറഞ്ഞു ഞാനാകുന്നു വെളിച്ചം. യേശു ക്രിസ്തു പറഞ്ഞു ഞാനാകുന്നു വെളിച്ചം. രണ്ട് വെളിച്ചമില്ല. അപ്പം വചനം വഴിയും സത്യവും ജീവനും വെളിച്ചവും ഞാൻ എന്ന് പറഞ്ഞ യഹോവ പറഞ്ഞ അതേ യഹോവ തന്നെയാണ് ശരീരത്തിൽ എന്ന് പറഞ്ഞ യേശു ക്രിസ്തു. ഈ യേശു ക്രിസ്തു തന്നെ ഈ പടിഞ്ഞാറോളം വിളങ്ങും. ഉൽപ്പത്തി മുതൽ ലോകം മുഴുവനും 3 പഠിപ്പിക്കുന്നു. അവളെ വിട്ട് പോരുവിൻ, അവരുടെ ഇടയിൽ ഇരിക്കാൻ പറ്റില്ല. യഥാർത്ഥ ദൈവം ഇവിടെ വന്ന് സ്നാനമേറ്റിട്ട് ഞാൻ പഴയ സഭയിൽ പോകുന്നു, വർഷങ്ങൾ കൊണ്ട് പോകുന്നവരുണ്ട്, ദിവസങ്ങൾ കൊണ്ട് പോകുന്നവരുണ്ട്. അവിടെ മണവാട്ടിക്ക് ഇരിക്കാൻ കഴിയില്ല. പ്രാവിനിരിക്കാൻ കഴിയുമോ? വടക്ക് വശത്ത് നമ്മൾ ഈ വേസ്റ്റ് വെള്ളം കലക്കി ഒഴിക്കെടുത്ത് പ്രാവിന് ആഹാരം ഉണ്ടാവുമോ? പ്രാവാണെങ്കിൽ ഉണ്ടാകില്ല, കാക്കയ്ക്ക് ആഹാരം ഉണ്ടാവും. അളിഞ്ഞതും ചീഞ്ഞതും അഴുകിയതും എല്ലാം അതിന് പോകും. പ്രാവ് മുറ്റത്ത് ഉണങ്ങായിട്ടിരിക്കുന്ന പയറുവർഗ്ഗങ്ങൾ നല്ലത് മാത്രമേ കഴിക്കുള്ളൂ. അതാ ഈ എളിയ ഈ സഭയിലൂടെ ദൈവവചനം സംസാരിക്കുന്നത്. ഇത് ഇവിടെ ഇരിക്കുമ്പോൾ ദഹിക്കുന്നില്ലെങ്കിൽ തികച്ചും കാക്കയാണ്, നിങ്ങൾക്ക് പുറത്തു പോകാം.
ഇവിടെ ഇരുന്നിട്ട് അതിലേക്കാണ് നോട്ടം വരുന്നതെങ്കിലും പുറത്തു പോകാം. ശീതോഷം ഇവിടെ അവിടെയും കൂടെ ആവരുത്. കറക്റ്റ് പ്രാവാണെങ്കിൽ അല്ലെങ്കിൽ ചെമ്മരിയാടാണെങ്കിൽ ചെമ്മരിയാടിന്റെ പുറത്ത് പ്രാവ് വരുള്ളൂ. അത് നിഷ്കളങ്കമായതെന്ന് പ്രാവിന് പോലും അറിയാം. ചെമ്മരിയാട് നിഷ്കളങ്കം, കോലാടിന്റെ പുറത്ത് പ്രാവ് പോവില്ല. പരിശുദ്ധാത്മാവ് വരുന്നത് ചെമ്മരിയാട്. അപ്പൊ കിഴക്ക് നിന്ന് പുറപ്പെട്ട് പടിഞ്ഞാറോളം വിളങ്ങുമെന്ന് ഒന്ന് ഇതാണ്. ഉൽപ്പത്തിയിൽ തുടങ്ങിയ അതേ സൂര്യൻ തന്നെയാണ് ഉച്ചയ്ക്ക് ഉദിച്ചു വന്ന കർത്താവ് യേശു ക്രിസ്തു. അടുത്ത ഇനി വരുന്ന 1000 ആണ്ട് വാഴ്ചയിലും അവിടെ വരുന്നതും ഈ കർത്താവും ഒന്ന് തന്നെ. ഇനി അടുത്ത വെളിപ്പാടാണ് ആ പിക്ചർ നമ്മൾ പറഞ്ഞത്. യേശു പോയ ശേഷം പരിശുദ്ധാത്മാവ് വന്നിട്ട് ഒന്നാമത്തെ സഭാകാലം തുടങ്ങി. ഈ ഒന്നാമത്തെ സഭാകാലം മുതൽ കാണുന്നില്ലേ, പിക്ചർ കാണുന്നില്ലേ? ഒന്നാമത്തെ സഭാകാലം മുതൽ അവസാനത്തെ സഭാകാലം വരെ നോക്കൂ, മനുഷ്യപുത്രന്റെ വരവാകുന്ന വാക്യം വായിച്ചോ നിങ്ങൾ? ഒന്ന് നോക്കൂ. മിന്നൽ കിഴക്ക് നിന്ന് പുറപ്പെട്ട് പടിഞ്ഞാറോളം വിളങ്ങും പോലെ മനുഷ്യപുത്രന്റെ വരവുമാകും. എന്താണ് മനുഷ്യപുത്രൻ? പ്രവാചകൻ. യേശുക്രിസ്തു പോയി കഴിഞ്ഞ് പരിശുദ്ധാത്മാവ് വന്നിട്ട് ദൈവത്തിന്റെ വചനം നൽകിയതിൽ നിന്ന് തെറ്റിപ്പോയവരെ യഥാസ്ഥാനത്താക്കുന്നതിന് വേണ്ടി ഈ 7 നക്ഷത്രങ്ങൾ ദൈവം ഉപയോഗിച്ചിട്ട് അടുത്തൊരു മനുഷ്യപുത്രൻ പ്രവാചകൻ വരും. പടിഞ്ഞാറ് കിഴക്ക് നിന്ന് പുറപ്പെട്ടപ്പോൾ അവിടെ പ്രവാചകന്മാരെ ഉപയോഗിച്ചു. മധ്യത്തിൽ പ്രവാചകൻ ഉണ്ടായിരുന്നു, യോഹന്നാൻ സ്നാപകൻ. യേശുക്രിസ്തു ഇത് അന്ത്യസമയമാകുമ്പോഴും ഒരു പ്രവാചകൻ ഉണ്ടാകും, വില്യം മൈരം ബ്രൻഹാം. മനുഷ്യപുത്രന്റെ വരവ്. അപ്പം വെളിച്ചം അവിടെ ഉൽപ്പത്തിയിൽ തുടങ്ങിയ അതേ വെളിപ്പാട്, ഉൽപ്പത്തിയിൽ പറഞ്ഞ അതേ ഏകദൈവ വിശ്വാസം യേശുക്രിസ്തുവിന് ശേഷം തെറ്റിച്ചിരിക്കുന്നു. അത് തന്നെ അന്ത്യകാല ലവോദിക സഭയിലും വിളിച്ചു പറയുമ്പോൾ മനുഷ്യപുത്രൻ വിളങ്ങും എന്നതുപോലെ. അപ്പൊ ഓരോ സഭാകാലത്ത് ഇരുണ്ട യുഗത്തില് അല്പാൽപമായി വെളിച്ചം കൊണ്ടുവന്നത് കർത്താവ് തന്നെയാണ്. ഓരോ കാലത്തും ഇരുണ്ട യുഗത്തിൽ വെളിച്ചമുണ്ടായി. കിഴക്ക് നിന്ന് പടിഞ്ഞാറോളം വിളങ്ങും. ആരെ? മനുഷ്യപുത്രന്റെ വരവ്. ഒരു പ്രവാചകൻ അന്ത്യനാളിൽ വരുമെന്ന വചനമാണ്. ലോകം ഇത് പറയുമ്പോൾ ഇങ്ങനെ അവർ പഠിപ്പിക്കുന്നത് മിന്നൽ അല്പസമയമല്ലേ കാണുള്ളൂ, കർത്താവ് പെട്ടെന്ന് വന്നിട്ട് അങ്ങ് പോകുന്നു. ഞാനും അങ്ങനെ തന്നെയാണ് പഠിപ്പിച്ചിരുന്നത് പെന്തക്കോസ്തിൽ ഇരുന്നപ്പോൾ. പ്രവാചകനിലൂടെ കർത്താവ് പറയുകയും ഇനി ഇതിന്റെ ഇണവചനങ്ങളുണ്ട്. അതാണ് സഭാകാലങ്ങൾ നമ്മൾ പഠിപ്പിക്കുന്നത്. ഓരോ കാലത്ത് ഓരോ ഏഞ്ചലിനെ കർത്താവ് പടിഞ്ഞാറോളം വിളങ്ങും. അപ്പൊ മിന്നൽ കിഴക്ക് നിന്ന് പുറപ്പെട്ട് പടിഞ്ഞാറോളം എന്ന് പറഞ്ഞാൽ കിഴക്ക് നിന്ന് പുറപ്പെട്ട അതേ കർത്താവായ സൃഷ്ടികർത്താവായ യഹോവയായ ദൈവം തന്നെയാണ് യേശു ക്രിസ്തു എന്നറിയപ്പെടുന്ന പടിഞ്ഞാറ് വരെയും. അതാ ബൈബിളിൽ വേറൊരു വാക്യം നമ്മൾ കണ്ടല്ലോ, ഒരു ഭൂമിയുടെ അറുതി മുതൽ അറുതി വരെ, സൂര്യോദയത്തിങ്കിലും അസ്തമയത്തിങ്കിലും ഉള്ളവർ ഓർത്തുകൊള്ളുവിൻ. അത് ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള ജനങ്ങളെ നിങ്ങൾ ഓർത്തുകൊള്ളുവിൻ. ഒരു സൂര്യനേ ഉള്ളൂ. ആ സൂര്യനെ കൊണ്ട് സകല ജീവജാലങ്ങളും ജീവിക്കണമെന്ന് പോലെ ഒരു കർത്താവേ ഉള്ളൂ. യേശു എന്ന കർത്താവ് തന്നെയാണ് യഹോവ എന്ന കർത്താവ്. ആ കർത്താവ് തന്നെയാണ് പരിശുദ്ധാത്മാവ് എന്ന കർത്താവ് എന്ന് വിശ്വസിക്കുന്നവർ മാത്രമാണ് ദൈവത്തിന്റെ ജനം. ബാക്കി എല്ലാം എതിർ ക്രിസ്തുക്കളാണ്. എഴുന്നേൽക്കാം. അവളെ വിട്ടു പോരുകയും അവരുടെ ഇടയിൽ ഇരിക്കാൻ കഴിയില്ല. ഇനി തുടർന്ന് എല്ലാ കാര്യങ്ങളും നമുക്ക് അടുത്ത ആഴ്ച പഠിക്കാം. തുടർന്ന് ഇനിയും കാര്യങ്ങളുണ്ട്. അപ്പോൾ മണവാളൻ പറഞ്ഞ കാര്യം, മണവാട്ടിയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് തന്നെ തിരക്കുണ്ടെങ്കിലും വീട്ടിൽ ചെല്ലുമ്പോൾ ഈ എഴുതി വെച്ച കുറിച്ച് വെച്ച വളരെ ആവശ്യപ്പെട്ട സന്തോഷത്തെ കുറിച്ച് വെച്ചതെല്ലാം ഒരിക്കൽ പോലും ധ്യാനിച്ചില്ലെങ്കിൽ ആ ആത്മാവ് നമ്മെ വഴി നടത്തുന്നുണ്ടോ? വീണ്ടും വീണ്ടും ഇതിനാണ് നിങ്ങളുടെ ഹൃദയം കൊടുത്തിട്ട് നിങ്ങൾക്ക് ഒരു ലോണിന് എഴുതി കൊടുത്തിട്ട് ലോൺ കിട്ടാൻ വർഷങ്ങളായി കിട്ടുന്നില്ലെങ്കിൽ ഇതാ കിട്ടുമെന്ന് പറയുമ്പോൾ നിങ്ങൾ ഓരോ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ചോദിച്ച് ആ ബാങ്കിൽ തിരക്കുന്ന പോലെ വരുന്നോ, പോസ്റ്റ്മാൻ വരുമ്പോഴൊക്കെ ലോൺ കിട്ടി സാങ്ഷൻ ആക്കാൻ വരുന്നോ എന്ന് നിങ്ങൾ ജാഗ്രതയോടെ അന്വേഷിക്കും. പക്ഷെ ഇവിടെ പഠിപ്പിച്ച വചനങ്ങൾ അടുത്ത ഞായറാഴ്ച വരുന്നതിന് മുമ്പേ വീണ്ടും വീണ്ടും പരിശോധിച്ച് വീണ്ടും ഇണവചനങ്ങൾ നിങ്ങളുടെ കർത്താവ് സംസാരിക്കുന്നുണ്ടോ എന്ന് ആരും അന്വേഷിക്കാറില്ല. പക്ഷെ ഞാൻ ഇരിക്കുന്ന സ്വർഗത്ത് പോകാനാണ്, കർത്താവ് എന്നാ ഇപ്പൊ പോകുമെന്നും പറയും. ഇങ്ങനെ കൂടെ പഠിപ്പിക്കണം. അവസാനം കൊണ്ട് ഇങ്ങനെ പറഞ്ഞ് വിഷമിപ്പിച്ചൊന്നും ഇരിക്കില്ല. അങ്ങനെ ആരെങ്കിലും കർത്താവെ എന്ന് വിളിച്ച് ആത്മാർത്ഥത്തോടെ പ്രാർത്ഥിച്ചിട്ട് ഇല്ല യേശുവെ ഞാൻ നോക്കാം എന്ന് പറഞ്ഞാൽ അവരും കർത്താവുമായി ചേർന്ന് പോകും. പറഞ്ഞ പാസ്വേഡ് വെറുപ്പ് തോന്നിയാൽ പാസ് പോയില്ലെങ്കിലും അങ്ങനെ ഉള്ളവർ പോകും. ആരാണോ കർത്താവുമായി ഏകാഗ്രതയോടുകൂടി ചേർന്നിരിക്കുന്നത്, ഏക ഹൃദയത്തോടിരിക്കുന്ന അവർ പോകും, പരിഹസിക്കപ്പെടുകയും ചെയ്യും. എഴുന്നേൽക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ സ്തോത്രം. മലാഖി 4:5-6. കർത്താവെ, യഹോവയുടെ വലുതും ഭയങ്കരവുമായ നാൾ വരുന്നതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് ഏലിയ പ്രവാചകൻ അയക്കുമെന്നും ആ ഏലിയ പ്രവാചകൻ 2 വരവുണ്ടെന്നും യഹോവയ്ക്ക് 2 വരവുണ്ടെന്നും നമ്മളിവിടെ പഠിച്ചു. ആദ്യത്തെ വരവെങ്കിൽ ഒരു കാര്യം മാത്രമേ, ഇസ്രായേൽ മക്കളിൽ പലരെയും മാത്രമാണ് ഇസ്രായേൽ മക്കളിൽ, എന്നാൽ ജാതികളിൽപ്പെട്ടവർക്കും പിതാക്കന്മാരുണ്ടെന്ന് 1 കൊരിന്ത്യർ 4:15-16 പൗലോസ് പറയുന്നു. നിങ്ങൾക്ക് പിതാക്കന്മാർ 10,000 ഉണ്ടെങ്കിലും ആത്മീകമായി ജനിപ്പിച്ചത് ഞാനല്ലയോ? അത് പുതിയ നിയമസഭയിൽ 12 അപ്പോസ്തലന്മാരാണ് നമ്മുടെ പിതാക്കന്മാർ. അവരിലൂടെ കർത്താവ് പഠിപ്പിച്ച വിശ്വാസത്തിൽ നിന്നും ഇന്ന് നാം തെറ്റി നിൽക്കുന്നത് കൊണ്ട് യേശു ക്രിസ്തു വരുന്നതിന് മുമ്പ് ഇന്നിപ്പം കർത്താവ് ഒരു വ്യക്തിയെ ഉപയോഗിച്ചിരിക്കുന്നു.
ആദ്യത്തേതിലേക്ക് മടങ്ങിപ്പോകാം. വെളിപ്പാട് പുസ്തകം 2:5. നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്ന് ഓർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യ വിശ്വാസത്തിലേക്ക്, ആദ്യത്തെ പ്രവൃത്തിയിലേക്ക് മടങ്ങിപ്പോകാം. ഇല്ല ഞാൻ വേഗത്തിൽ വരികയും നീ നിൽക്കുന്ന നിലയ്ക്ക് നിന്നെ നീക്കിക്കളയുകയും ചെയ്യും. അതുകൊണ്ട് ഇത് കേൾക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ സഭയോടും പാസ്റ്ററോടും കുടുംബത്തോടും സഹോദരങ്ങളോടും ബന്ധുമിത്രാദികളും തങ്ങൾക്ക് തന്നെ വില കൽപ്പിച്ച് നിൽക്കുന്നുവെങ്കിൽ ഇതൊന്നും അവർക്ക് മനസ്സിലാകില്ല. ഇത് മുഴുവൻ ശത്രുതയായിട്ട് മാത്രമേ അവരുടെ ഹൃദയത്തിനകത്തിരുന്ന് വീർപ്പ് മുട്ടുകയുള്ളൂ. മറുപടി പറയണം, എതിർത്ത് തന്നെ നിൽക്കണമെന്ന് ആർക്കെങ്കിലും തോന്നുന്നുവെങ്കിൽ സഹോദര സഹോദരി, അത് എതിർ ക്രിസ്തുവാണ്. ഇത് കാലത്തിന്റെ ദൈവിക വചനമാകുന്നു. ഈ കാലത്തിന്റെ ദൈവിക വെളിപ്പാടിനോട് ചേർന്ന് നിൽക്കുന്നവർ മാത്രമാണ് ഈ കാലത്തിന്റെ ക്രിസ്തുവിന്റെ മണവാട്ടി. അതുകൊണ്ട് ലോകജ്ഞാനം, ബുദ്ധിയും മഹാപുരോഹിതന്മാരും ബൈബിൾ ശാസ്ത്രീയന്മാരും പറയുന്നതെല്ലാം വിട്ടുകളഞ്ഞിട്ട് എളിമ ധരിച്ച് താഴ്മ ധരിച്ച് സകലതും ചപ്പും ചവറും എന്ന് എന്നെ കുഴിച്ചിട്ടിട്ട് ക്രൂശിൽ മരിച്ച് കർത്താവിനോട് കൂടെ യേശു ക്രിസ്തു നാമത്തിൽ സ്ഥാനപ്പെട്ട് ക്രിസ്തുവിനോട് ചേരുമെങ്കിൽ മാത്രമേ ക്രിസ്തുവിന്റെ ഫലം ശേഖരിക്കാൻ വരുമ്പോൾ എടുക്കപ്പെടുകയുള്ളൂ. കാരണമുള്ള കർത്താവെ, അങ്ങ് നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്ന സത്യത്തെ തിരിച്ചറിയുവാൻ തക്കവണ്ണം എന്റെ ബുദ്ധി എപ്പോഴും പിന്നിലേക്ക് വലിക്കും. അതായത് ശത്രു നിന്റെ കൂടെയുള്ളതാൽ ഏതുമേ നീ ഭയപ്പെടേണ്ട. ഒരു അടുത്ത നിമിഷം തൊട്ടടുത്ത് തന്നെ ഉണ്ട് അതൊരുപദേശമായിട്ട്. അതിനെല്ലാം വിട്ടുകളഞ്ഞുകൊണ്ട് കർത്താവിന്റെ ഈ കാലത്തിന് വെളിപ്പാടിനോടുകൂടി ചേർന്ന് നിൽപ്പാൻ പരിശുദ്ധാത്മാവെ നമ്മെ സഹായിക്കണമേ. കരങ്ങൾ ഉയർത്താം. കാരണമുള്ള കർത്താവെ, ഞാൻ വിശ്വാസ സ്നാനം സ്വീകരിച്ച സഭയിലാണെങ്കിലും പലപ്പോഴും ക്രിസ്തുവിന് 1-ാം സ്ഥാനം കൊടുത്തുകൊണ്ട് ആ വചനമാകുന്ന മണവാളൻ, ആ മണവാട്ടിയും വചനം തന്നെ ആയിരിക്കും. ഞാൻ മണവാട്ടിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു, പക്ഷെ പലപ്പോഴും അതിന്റെ ഫലം എന്നിൽ കാണുന്നില്ലെന്ന് സ്വയം നമുക്കറിയാവുന്നവർ മാത്രം ഹൃദയം കൊണ്ട് പറയുക, കർത്താവിനോട് എന്നെ സഹായിക്കണം കർത്താവെ. ഈ അവസ്ഥയിലാണെങ്കിൽ കർത്താവ് വരുമ്പോൾ പോവുകയില്ല. അങ്ങേക്ക് അറിയാലോ കർത്താവെ, എന്നെ ഞാൻ എത്രത്തോളം വചനത്തോട് തീക്ഷ്ണത കാണിക്കുന്നു, ജാഗ്രത കാണിക്കുന്നു. അതോ ഇനി മറ്റുള്ളവരെ കാണിക്കാൻ ഞാൻ വായിക്കുന്നു, കേൾക്കുന്നു, പഠിക്കുന്നു, ധ്യാനിക്കുന്നു, സഭയിൽ പോകുന്നു, ഞാൻ തിരുവത്താഴം കഴിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ നടക്കുമ്പോഴൊക്കെ ബൈബിൾ കയ്യിലുണ്ട്, ട്രാക്ട് കയ്യിലുണ്ട് എന്ന് കാണിക്കാനാണെങ്കിൽ മനുഷ്യർക്ക് വിളങ്ങാൻ ചെയ്യുന്നു. നിങ്ങൾ ദൈവത്തിന് കൊള്ളാവുന്നവരല്ല. ആരോടും പറയണ്ട. ക്രിസ്തുവിനെ ബോധ്യപ്പെടുത്തിയാൽ അത് വാസ്തവമായിട്ടുമായിരിക്കും. അങ്ങനെയുണ്ടെങ്കിൽ നാം കർത്താവിന് വേണ്ടി അധ്വാനിക്കുന്നവർ, മണവാട്ടിയായി തന്നെത്താൻ ഒരുങ്ങുന്നവരാകുന്നു. കാരണമുള്ള കർത്താവെ, നമ്മളെ അങ്ങനെ വഴി നിർത്തണമേ. പലപ്പോഴും ബുദ്ധി കയറി വരുന്നു. മറ്റുള്ളവർ ചോദിച്ചാലോ പറഞ്ഞാലോ കേട്ടാലോ കണ്ടാലോ അവർ എന്ത് വിചാരിക്കും എന്ന് വിചാരിച്ച് ചെയ്യാതിരിക്കുകയല്ല. കർത്താവ് അറിയുന്നു. അതിനാൽ വേണ്ട, എന്റെ നാമനിമിത്തം നിങ്ങൾ എന്ത് ചെയ്താലും പ്രതിഫലം മടക്കി ലഭിക്കും. കാരണമുള്ള കർത്താവെ, പൂർണ്ണ ജാഗ്രതയോടുകൂടെ കഴിഞ്ഞ ആഴ്ചത്തതും ഈ ആഴ്ചത്തതും ഇനിയും തുറന്നുള്ളതിന് വേണ്ടിയിട്ടും പ്രാർത്ഥനയോടെ ജാഗരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതാകുന്നു വചനം, ഇതാകുന്നു മാംസം ധരിക്കേണ്ടത്, ഇതാകുന്നു മണവാട്ടിയായി വളരേണ്ടത്. അതിനോടൊപ്പം ചേർന്ന് നിൽപ്പാൻ പരിശുദ്ധാത്മാവെ സഹായിക്കണമേ. അതിനെതിരായി ബുദ്ധി പറയുന്നതിനെല്ലാം അഫലമാക്കിക്കൊണ്ട് ഞാനോ കുറയണം, അങ്ങോ വളരണം. എളിമ ധരിച്ച് താഴ്മ ധരിച്ച് ക്രിസ്തയേശുവിലെ ഭാവത്തോടുകൂടി ആയിരിക്കാൻ, ശേഖരിക്കപ്പെടാൻ എടുക്കപ്പെടുവാൻ പരിശുദ്ധാത്മാവെ സഹായിക്കണം. യേശു ക്രിസ്തു നാമത്തിൽ തന്നെ.